സന്തോഷപൂരിതമാകുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. मैं परमेश्वर का धन्यवाद देता हूँ. बहुत खुशी से भरा हुआ एक दिन प्रभु ने हमारे जीवन में दिया है. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം. सब लोगों को यीशु मसीह के प्यारे मीठे नाम से आपका स्वागत करते हैं. ആന്തരിക സൗഖ്യ ശുശ്രൂഷകൾ നമുക്കെല്ലാവർക്കും പ്രയോജനപ്രദമാണ്. आंतरिक चंगाई की जो ये सेवकाई हम सबके जीवन में एक आशीष है. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സുകളെ സൗഖ്യമാക്കും. जब हम परमेश्वर के वचन की गहराई में जाते हैं, परमेश्वर के वचन हमारे मनों को चंगा करता है. മനുഷ്യന്റെ പ്രാണൻ അവന്റെ വ്യക്തിത്വത്തിന്റെ കേന്ദ്രമാകുന്നു. एक मनुष्य का जो प्राण है, एक मनुष्य के उसके व्यक्तित्व का केंद्र होता है. പ്രാണന്റെ സൗഖ്യം നടക്കണമെങ്കിൽ മനസ്സിൽ സൗഖ്യം നടക്കണം, വികാരങ്ങളിൽ സൗഖ്യം നടക്കണം, ഇച്ഛാശക്തിയിൽ സൗഖ്യം നടക്കണം. പ്രാണനിലുള്ള അനേകം ഭാഗങ്ങളിൽ സൗഖ്യം നടക്കുമ്പോഴാണ് പ്രാണൻ വിടുതൽ പ്രാപിക്കുന്നത്. हमारे अगर प्राण में हमें चंगाई की जरूरत है तो बहुत जरूरत है कि हमारे मन की चंगाई हो, हमारी भावनाओं में चंगाई हो, हमारी इच्छाओं में चंगाई हो. Man is a trichotomy. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. ഒരാത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ട്. मनुष्य जो है वो 3 भाग में हम उसको बांट सकते हैं. मनुष्य के अंदर एक शरीर है, एक प्राण है, एक आत्मा है. ബാഹ്യമാകുന്ന ഈ ശരീരം മാത്രമാണ് നാം കാണുന്നത് എങ്കിലും നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാകുന്നു. हम बस बाहर में इस शरीर को ही देखते हैं, लेकिन हमारे अंदर का जो प्राण और आत्मा ये हमारे व्यक्तित्व को बनाता है. ആന്തരിക സൗഖ്യ ശുശ്രൂഷകൾ പ്രാണന്റെ സൗഖ്യമാകുന്നു, സോൾ ഹീലിംഗ് ആകുന്നു, ഇന്നർ ഹീലിംഗ്, സോൾ ഹീലിംഗ് ആകുന്നു. യേശു നമ്മുടെ പ്രാണനെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. आंतरिक चंगाई की जो सेवकाई है ये हमारी मन की चंगाई के लिए, हमारी प्राण की चंगाई के लिए, हमारे अंदरूनी चंगाई की एक सेवकाई है. നമ്മുടെ പ്രാണനിൽ പ്രധാനമായും മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. हमारे प्राण में खासकर हमारे मन है, हमारी इच्छाएं हैं और भावनाएं हैं. മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാകുന്നു. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളുമാകുന്നു. ഇന്റലക്റ്റും തിങ്കിങ്ങുമാകുന്നു നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. उसमें सबसे खास होता है हमारे मन में हमारी बुद्धि, ज्ञान, ये सब है. മനുഷ്യന്റെ ചിന്തകൾ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. मनुष्य की जो चिंता है, सोचने की जो तरीका है, ये मन से जुड़ा हुआ है. ആ മനസ്സിനെ വേണമെങ്കിൽ നമുക്ക് 3 മുറികളായി, 3 തട്ടുകളായി തിരിക്കുവാൻ കഴിയും. हमारे मन को हम 3 कमरों के रूप में उसको हम विभाजित कर सकते हैं. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. उसमें चेतन मन, अवचेतन मन और अचेतन मन. മനസ്സിനെ കുറിച്ച് 23-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്: എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഹി റിസ്റ്റോർസ് മൈ സോൾ. और हमारे मन के बारे में भजन संगीता 23 में हम देख सकते हैं, वो मेरे प्राण में जी ले आता है. ഹി റിസ്റ്റോർസ് മൈ സോൾ. നിങ്ങൾ യേശുവിന്റെ അരികിൽ കടന്നു വരികയാണ് എങ്കിൽ നിങ്ങളുടെ പ്രാണൻ എന്ത് കേട് സംഭവിച്ചാലും അതിനെ കർത്താവ് കേടില്ലാത്തതാക്കി തീർക്കും. ഹി റിസ്റ്റോർസ് മൈ സോൾ. हमारे मन को जब हम यीशु मसीह के पास ले आते हैं, परमेश्वर के पास ले आते हैं, परमेश्वर का वचन में लिखा है कि हमारे मन में चंगाई को वो दे सकता है. നമ്മുടെ പ്രാണന്റെ വളർച്ചയുടെ സമയം എന്ന് പറയുന്നത് 0 മുതൽ 7 വയസ്സ് വരെയുള്ള സമയമാണ്. അതിനാണ് ഫോർമേറ്റീവ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ആ സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഈ പ്രാണനായിത്തീരുന്നില്ല എങ്കിൽ, കേടുവരികയാണ് എങ്കിൽ, ആ കേടുള്ള പ്രാണനോടുകൂടെ മനുഷ്യൻ തുടർന്ന് ജീവിക്കേണ്ടതായിട്ട് വരും. हमारी मन जो विकसित होने का समय वो 0 से लेकर 7 साल का समय होता है. अगर इस समय अगर आपके मन में चोट पहुंचा है, कई घाव है, तो उसकी चंगाई के लिए प्रभु के पास हमें जाना है. ആ ഫോർമേറ്റീവ് ഇയേഴ്സിൽ മനസ്സിന് കേടുവരുവാൻ, പ്രാണന് കേടുവരുവാൻ വളരെ സാധ്യതയാണ്. കാരണം കുടുംബത്തിലുള്ള സംഘർഷങ്ങൾ മൂലം മനസ്സിന് കേട് സംഭവിക്കും. സമൂഹത്തിലുള്ള സംഘർഷങ്ങൾ മൂലം മനസ്സിന് കേട് സംഭവിക്കും. പല സാഹചര്യങ്ങൾ മുഖാന്തരം
ഭയങ്കരമായിട്ട് മനസ്സിന് പ്രാണന് കേട് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കേടുവന്ന് ആ പ്രാണനെ സൗഖ്യമാക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹി റിസ്റ്റോർസ് മൈ സോൾ. जब विकसित होने का समय फॉर्मेटिव ईयर्स में बहुत बड़ी संभावना है कि आपके उस मन में प्राण में कई तरीके से चोट आए. आपके पारिवारिक समस्या, सामूहिक समस्या, इन सब से आपके मन में चोट आने की बड़ी संभावना है. लेकिन इसको कौन चंगा कर सकता है? बस परमेश्वर ही इसको चंगा कर सकता है. റോമാലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. रोमियो उसका 12 अध्याय में हम देख सकते हैं, वचन में लिखा है कि आपके मन में आपको परिवर्तन लाना है. आपके मन में परिवर्तन लाकर परमेश्वर की इच्छा के अनुसार आपको जीना है. ഇവിടെ റിന്യൂവലിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് സങ്കീർത്തനത്തിൽ റെസ്റ്റോറേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദം. അപ്പോൾ വളരെ വ്യക്തമാകുന്നു, അവിടുന്ന് നമ്മുടെ മനസ്സിനെ റിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് നമ്മുടെ മനസ്സിനെ റിസ്റ്റോർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. हम जब यहाँ पे जो पदों का इस्तेमाल किया गया है, रिन्यूअल और रिस्टोरेशन, भजन संगीता में और रोमियो के लेखन में देख सकते कि एक ही शब्द है. इसका अर्थ है कि प्रभु ही हमारे मन को रिस्टोर कर सकता है, रिन्यू कर सकता है. നമ്മുടെ മനസ്സിൽ ഉള്ള കോൺഷ്യസ് ഭാഗം, ബോധതലം, കോൺഷ്യസ് മൈൻഡ്. ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ബോധതലത്തിലാണ് ആയിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം സജീവമാകുന്നു. ആ മെന്റലി വെയ്ക്ക് ആകുന്ന ആ ഒരു അനുഭവത്തിനാണ് ബോധ മനസ്സെന്ന് പറയുന്നത്, ബോധതലം എന്ന് പറയുന്നത്. अभी आप चेतन मन में हैं, आपके मन खुला हुआ है, आप सुन सकते हैं, आपके इंद्रिय सब अब जागृत है. ആ ബോധതലത്തിൻ്റെ തൊട്ടു താഴെയുള്ള മെൻ്റൽ ആക്ടിവിറ്റീസിന് നമുക്ക് വേണമെങ്കിൽ ഉപബോധതലം, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയും. മെൻ്റൽ ആക്ടിവിറ്റി ജസ്റ്റ് ബിലോ ദ ത്രഷഹോൾഡ് ഓഫ് കോൺഷ്യസ് മൈൻഡ്. और ये चेतन मन के ठीक नीचे ही हम ऐसे बोल सकते हैं कि वहां पे अवचेतन मन है. എക്സിസ്റ്റിംഗ് ഇൻ ദ മൈൻഡ് വിതൗട്ട് എൻറ്ററിങ് കോൺഷ്യസ് അവെയർനെസ്. നമ്മുടെ ബോധതലത്തിലെ അവെയർനെസ്സിലേക്ക് പ്രവേശിക്കാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തിന് വേണമെങ്കിൽ നമുക്ക് ഉപബോധ മനസ്സെന്ന് പറയുവാൻ കഴിയും. ये हमारे चेतन मन के ठीक नीचे होते हैं. इस अचेतन स्थान पर भी हमारे मन में बहुत सारी क्रियाएं हो रही है, लेकिन ये सब हमारे चेतन मन में आने की आवश्यकता नहीं है. There are indications that the subconscious mind retain every thought, every sight, every sound. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ സകല കാഴ്ചകളും സകല ചിന്തകളും സകല ശബ്ദങ്ങളും ഉപബോധ മനസ്സ് സൂക്ഷിച്ചു വെക്കുന്നു. എവിടെയോ സൂക്ഷിച്ചു വെക്കുന്നു, എവിടെയോ അത് റീറ്റെയിൻ ചെയ്തു വെക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. और जब साइंस ऐसा कहता है कि ये जो सबकॉन्शियस माइंड है, अवचेतन जो मन है, यहाँ पर हर एक विचार, हर एक दृष्टि, हर एक आवाज यहाँ कहीं ना कहीं इसको इकट्ठा कर रखा है. ഇനി മൂന്നാമതൊരു തലമാണ് അബബോധ മനസ്സെന്ന് പറയുന്നത്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അത് ഒരു ഇരുണ്ട മുറിക്ക് തുല്യമാകുന്നു. അവിടെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഓർമ്മയിൽ എത്താറില്ല. പാർട്ട് ഓഫ് വൺസ് മെൻ്റൽ ലൈഫ് ഓഫ് വിച്ച് വൺ ഈസ് നോട്ട് ഓർഡിനറിലി അവെയർ ബട്ട് വിച്ച് ഈസ് ഓഫൺ എ പവർഫുൾ ഫോഴ്സ് ഇൻ കൺട്രോളിങ് ബിഹേവിയർ. അവിടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ രീതികളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. और तीसरा एक तल है मन का, अवचेतन मन, अचेतन मन, अचेतन या बेहोश हम कह सकते हैं. ये जो तल है, यहाँ पर जो कार्य हो रहे हैं ये हमारे चेतन मन में, या हम उसके बारे में जानते भी नहीं है कि उस तल में क्या क्या हो रहा है. लेकिन जो लोग इस मन के बारे में पढ़ते हैं उनका कहना है कि ये अचेतन मन में जो बातें हैं ये आपके स्वभाव को बहुत तरीके से प्रभावित कर सकते हैं. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്ന സമയത്ത് തന്നെ ആ കുഞ്ഞിന്റെ മനസ്സ് രൂപപ്പെട്ടു തുടങ്ങുന്നു. एक बच्चा जब माँ की कोख में उत्पन्न होता है
उस समय से उसका मन की विकास शुरू हो जाता है। അതിന് ഒരു നല്ല ഉദാഹരണമാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൂതൻ വന്ന് സെക്കറിയ പുരോഹിതനോട് ഒരു ദൂത് പറയുന്ന സന്ദർഭത്തിൽ ദൂതൻ പറയുകയാണ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. और लूका उसका पहला अध्याय उसका 15 पद में हम देख सकते हैं, जब जकरिया को परमेश्वर के दूत आकर यूहन्ना बपतिस्मा देने वाले के बारे में जब कहता है, उस वचन में लिखा है कि माँ के कोख में ही वो अपवित्र आत्मा से भरेगा. അതിന്റെ നിവർത്തീകരണമാണ് 41-ാമത്തെ വാക്യത്തിൽ സംഭവിക്കുന്നത്. മറിയുടെ വന്ദനം, മറിയ വന്ന എലിസബത്തിനെ വന്ദനം ചൊല്ലുമ്പോൾ മറിയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി, പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और इस वचन का पूर्तिकरण को हम उसके 41वें पद में देख सकते हैं, जब मरियम की आवाज एलिजाबेथ सुनती है तो उसके कोख में जो बच्चा था वो ऐसे जंप किया कर लिखा है. പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ അകത്തുള്ള കുഞ്ഞിനെ സ്പർശിച്ചു എന്നാണ് അത് വ്യക്തമാക്കുന്നത്. तो इससे क्या दिखाता है कि बाहर में जो बातें हो रहा है वो कोख के अंदर के बच्चे को स्पर्श कर रहा है. അത് വളരെ ശ്രദ്ധേയമാകുന്ന കാര്യമാകുന്നുവല്ലോ. ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് പുറത്ത് അമ്മയുടെയും പിതാവിൻ്റെയും ഒക്കെ പ്രതികരണം തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നു എങ്കിൽ ആ കുഞ്ഞിൻ്റെ മനസ്സ് അവിടെ മുതൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. तो यह बहुत खास है, हमें यह ध्यान देना है, अगर एक बच्चा जो माँ के कोख में ही है लेकिन वो बच्चा बाहर में उसके माता पिता दूसरे लोगों के प्रतिकरण को वो अनुभव कर सकते हैं, तो ये दिखाता है कि उसके मन किस तरह से विकसित है. അത് വളരെ വ്യക്തമാകുന്നു. അതിനാൽ ആ കുഞ്ഞു വളരുന്ന സമയത്ത് തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, ഭവനത്തിൽ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകണം. ആ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന് ഭവനത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളോട് പ്രതികരിക്കുവാൻ കഴിയും. इसलिए हमें बहुत ध्यान देना है, जब एक बच्चा माँ की कोख में उत्पन्न होता है उसी समय में बहुत ज़रूरी है कि हमारे परिवारों में हमारे घरों में वहाँ का वातावरण बहुत नियंत्रित हो. ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, മദ്യപാനിയാകുന്ന ഒരു ഭർത്താവ് മദ്യപിച്ചതിന് ശേഷം ഗർഭിണിയാകുന്ന ഭാര്യയുടെ അരികിൽ വന്നിട്ട് നിന്നെയും ഞാൻ കൊല്ലും, നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും ഞാൻ കൊല്ലുമെന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ അമ്മ മാത്രമല്ല, ആ മാതാവ് മാത്രമല്ല, അയാളുടെ ഭാര്യ മാത്രമല്ല ഭയപ്പെടുന്നത്, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിലേക്കും ഭയം ഇറങ്ങിച്ചെല്ലുകയാണ്. तो उसका एक अच्छा उदाहरण है, एक शराबी एक व्यक्ति अपने घर में आकर अपनी पत्नी से कहता है कि मैं तुम्हें भी मार डालूंगा, तुम्हारे कोख में जो बच्चा है उसको भी मार डालूंगा. ये शब्द सुनकर वो पत्नी उसके पत्नी बस भयभीत नहीं हो रहा, लेकिन पेट में अंदर जो बच्चा उत्पन्न हुआ है वो भी भयभीत हो रहा है. ആ ഭയം ആ കുട്ടിയുടെ ഏത് ഭാഗത്തേക്കാണ്, മനസ്സിന്റെ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? ആ സമയത്ത് കുഞ്ഞിന്റെ ഓർമ്മ സജീവമാകുന്നില്ല, ബോധതലം സജീവമാകുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ഭയം പോകുന്നത് കുട്ടിയുടെ അബോധ മനസ്സിലേക്കാണ്, അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ്. तो ये जब भय ये बच्चे के अंदर आता है, ये भय अभी किस स्थल पर, उसके मन के किस स्थल पर जा रहा है, क्योंकि बच्चे की याददाश्त पूरा नहीं है, बच्चे चेतन मन में नहीं है, तो अभी ये जो डर उसके मन में आया है ये किस स्थल में जा रहा है, वो अचेतन मन में जा रहा है. ഈ കുട്ടി വളർന്ന് വരുന്ന ഘട്ടത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കും, കുട്ടിക്ക് വല്ലാത്ത ഭയം. എന്താണ് അതിൻ്റെ കാരണം? അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ആ ഭയം പ്രവേശിച്ചത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. ആ കുട്ടിക്കും അത് കണ്ടെത്തുവാൻ കഴിയത്തില്ല. ബോധതലത്തിൽ ഓർമ്മയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അത് കണ്ടെത്തുവാൻ കഴിയത്തില്ല. അത് പോയിരിക്കുന്നത് അൺകോൺഷ്യസ് തലത്തിലേക്കാണ്. तो ये बच्चा जब बढ़ता है, माता पिता देखते हैं, ध्यान देते हैं कि बच्चे के अंदर बहुत डर है. ये डर कहाँ से आया उनको नहीं मालूम, लेकिन इस बच्चा जब माँ के कोख में ही था वो डर आया है और वो अभी अचेतन तल में है. നമ്മുടെയൊക്കെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇതുപോലെ നമ്മൾ അറിയാതെ പല കാര്യങ്ങൾ കിടപ്പുണ്ട്. हमारे अचेतन मन में भी ऐसे कई बातें छिपा है जो हम भी नहीं जानते. ഓർമ്മ സജീവമായതിനു ശേഷവും നമ്മുടെ മനസ്സിനൊരു
സംവിധാനമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നാൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളെ അബോധ മനസ്സിലേക്ക് ഞെരുക്കി ഇറക്കി കളയും. और हम जब यादगारी हमारे पूर्ण हो जाते हैं, विकसित हो जाते हैं, तब भी हमारे मन की एक प्रक्रिया होते हैं जो दुख देने वाली यादगारी है, ऐसे कुछ घटना है, हम उसको याद करना नहीं चाहते, हम उसको अचेतन मन में दबा देते हैं. അതൊരു റീസൈക്കിൾ ബിൻ പോലെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർമ്മയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പീഡനമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം നമ്മൾ അബോധ മനസ്സിലേക്ക് ഞെരുക്കി ഇറക്കും. तो वो एक रिसाइकल बिन के जैसा है. जो बातें हमको दर्द दिया है, जो दुख दिया है, ऐसे बातों को हम सोचना नहीं चाहते, तो हम क्या करते हैं, हम अचेतन मन में उसको दबा देते हैं. ഒരിക്കൽ ഞാനൊരു ഭവനത്തിലായിരുന്നപ്പോൾ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മകളോടൊന്ന് സംസാരിക്കണം, അവളുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1-2 വർഷമായിരിക്കുന്നു, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. मैं कुछ सालों पहले एक घर में था. वहाँ के माता पिता ने मुझसे अनुरोध किया कि उनके बेटी से मैं बातें करूं, क्योंकि वो बेटी के 2 कुछ साल हुए थे कि उसका डिवोर्स हुआ. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചു. അവളോട് ഞാൻ ചോദിച്ചു, മോളെ ഡിവോഴ്സ് സംഭവിച്ചു, അതിനെ ചൊല്ലി നിനക്ക് എന്തെങ്കിലും വേദനയുണ്ടോ? तो वो बेटी से जब मैंने बात किया, मैंने पूछा कि बेटी आपका डिवोर्स हुआ है, तो वो डिवोर्स के कारण क्या आपके मन में कहीं दुख है? അവൾ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ യാതൊരു വേദനയും തോന്നുന്നില്ല. तो उसने कहा कि नहीं, मुझे कुछ ऐसे उस बात के लिए मुझे दुख नहीं है. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം അവളുടെ ബോധതലത്തിൽ ആ വേദന വരുന്നില്ല എങ്കിൽ പോലും അവളിൽ എവിടെയോ ആ വേദന ഒളിഞ്ഞു കിടപ്പുണ്ട്. जब मैंने वो सुना, मैं समझ गया कि हालांकि उसके चेतन मन में वो दर्द वो महसूस नहीं कर रही, लेकिन उसके कहीं मन के किसी तल में, अचेतन मन में ये दर्द छुपा हुआ है. അതിനാൽ ഞാൻ അവളോട് വിശദീകരിച്ചു പറഞ്ഞു, മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അബോധ മനസ്സിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ जब मैंने इस बात को समझाने के लिए उस बेटी से बातें किया कि हमारे मन में ऐसे कई प्रकार के तल होते हैं, जो बातें सचेतन मन में नहीं वो अवचेतन मन में भी जा सकते हैं, कर जब मैंने उससे बात किया, അപ്പോൾ അവൾ പറഞ്ഞു, ശരിയാണ് പാസ്റ്റർ, ശരിയാണ് പാസ്റ്റർ, സാധ്യതയുണ്ട്. എനിക്ക് ഒരു 6 മാസം മുന്നമേ ഒരു സർജറി ഉണ്ടായിരുന്നു. ആ സർജറിക്ക് വേണ്ടി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തീഷ്യയ്ക്ക് വിധേയമായി ആയിരുന്ന സന്ദർഭത്തിൽ ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ വിങ്ങി കരഞ്ഞു എന്നാണ്. तो ये बेटी ने कहा कि जी पास्टर, मुझे एक बात याद आ रहा है, कुछ 6 महीने पहले मेरा एक सर्जरी था, एक ऑपरेशन था. तो डॉक्टर्स का कहना है जब मुझे बेहोश किया गया, उस समय मैं बहुत ही अंदर से रो रही थी. അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അബോധാവസ്ഥയിൽ പോകുമ്പോഴാണ് ചിലപ്പോൾ പ്രകടമാകുന്നത്, അല്ലെങ്കിൽ സ്വപ്നങ്ങളിലാണ് അത് പ്രകടമാകുന്നത്. हमारे अचेतन मन में जो बातें हैं, कई बार हम जब बेहोश हो जाते हैं या हमारे सपने में वो हमें प्रकट होता है. ഈ പെൺകുട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തീഷ്യയ്ക്ക് വിധേയമാകുന്ന സന്ദർഭത്തിൽ വിങ്ങലുകളോ ഞെരുക്കങ്ങളോ ഡോക്ടേഴ്സ് പറയുന്നത് ഒരു സങ്കടം പ്രകടമാകുന്നത് പോലെ, കണ്ണുനീർ പ്രകടമാകുന്നത് പോലെയൊക്കെ അവർ കണ്ടു എന്ന് അവർ പറയുന്നു. അവർക്ക് അതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവർ സർജറി തുടർന്നു. 2.5 മണിക്കൂറോളം സർജറി നടന്നു, വിജയകരമായി പുറത്തു വന്നു. പക്ഷേ അവർ പറഞ്ഞു, നീ ആ അനസ്തീഷ്യയ്ക്ക് വിധേയമായപ്പോൾ നിന്നിൽ നിന്ന് എന്തോ ഒരു ദുഃഖം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. और ये डॉक्टर्स का कहना है वो बेटी से कि आपके जब सर्जरी के लिए हमने एनेस्थीसिया दिया, आप जब बेहोश हो गए, वो पूरा समय आप रो रहे थे, आपकी आंखों से आंसू आ रहे थे. वो ऑपरेशन कुछ 2 घंटा का था और ये 2 घंटे ये बेटी इस प्रकार से रो रही थी. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അവളുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട വേദനകളും സംഘർഷങ്ങളും അവൾക്ക് ബോധതലത്തിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവളുടെ മനസ്സിൻ്റെ ഒരു സ്വയസൗഖ്യ സംവിധാനമാണ് അതിനെ അബോധ മനസ്സിലേക്ക് തള്ളിക്കളയുക. അവളിൽ നിന്ന് അത് പുറത്തു പോകുന്നില്ല, അവളുടെ സംവിധാനത്തിൽ അത് തുടരുകയാണ്. എവിടെ? അബോധ മനസ്സിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ. तो ये साफ तरीके से हमें दिखाता है कि ये बेटी के अंदर डिवोर्स के कारण उसके मन में बहुत दुख है, लेकिन वो चेतन मन में वो उस बात को सोचना नहीं चाहती. वो जानबूझकर वो अचेतन मन में अचेतन मन में उसको दबा दिया है. ഇത്തരത്തിലുള്ള എത്രയെത്ര ദുഃഖങ്ങളാണ് ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഈ അബോധ മനസ്സോ അല്ലെങ്കിൽ അതേപോലെയുള്ള മറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞെരുക്കി ഇറക്കുന്നത്.
അവർക്കത് ബോധതലത്തിൽ വരുന്നില്ല എങ്കിൽ പോലും അവരുടെ ബിഹേവിയറിനെ, അവരുടെ രീതികളെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ സംസാരത്തെ, അവരുടെ ചിന്തകളെ അബോധതലത്തിൽ ഇരുന്നു കൊണ്ട് ആ സംഭവങ്ങൾ സ്വാധീനിക്കുകയാണ്. तो इस प्रकार के कितने हजार हजार चिंताएं होंगे जो लोग अपने चेतन मन में लाना नहीं चाहते, क्योंकि वो सोचने से उनको दुख होता है, तो वो जानबूझकर उसको अचेतन मन में डाल देते हैं कि उसको वो नहीं सोचे. നാളുകൾ കഴിയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം ശരീരത്തിൽ രോഗമായി പ്രകടമാകും. और ये बातें जो अचेतन में जाते हैं वहां पर हमें दुख देता है, वो हमारे स्वभाव को, हमारे बातचीत को उसको प्रभावित करता है और हमारे शरीर में बीमारियों को ले आता है. ജീവിതത്തിന്റെ ഗുണമേന്മ പോയില്ലേ? മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ശരീരത്തിൽ രോഗം പോയില്ലേ? ജീവിതത്തിന്റെ ഗുണമേന്മ പോയില്ലേ? ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ഗുണമേന്മ നഷ്ടപ്പെടുന്ന നിലവാരത്തിലാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. और इस सब दुख अपने मन में, अचेतन मन में रखने के कारण क्या होता है, उनकी शारीरिक चंगाई, उनके शरीर को वो बाधा करते हैं, वो बीमार हो जाते हैं. उनको जो खुशी से जो जीवन बिताना है वो बिता नहीं पाते. ऐसे कितने हजारों हजारों लोग होंगे जो अपने जीवन में आए हुए दुख को अवचेतन मन में दबाकर अपने शरीर में तकलीफ को महसूस करते हैं. ആന്തരിക സൗഖ്യ ശുശ്രൂഷയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അകത്തുനിന്ന് പുറത്തെടുത്തു കളയുക എന്നതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. तो आंतरिक चंगाई की जो सेवकाई है, इसकी प्रमुखता ये है कि इस तरह की जो दर्द है, इस तरह की जो बात है जो आपके जीवन में दुख दिया है, आपके जीवन में हानि पहुंचा रहा है, उसको बाहर निकाल कर फेंक दे ताकि पूरी चंगाई को आप महसूस कर पाए. ആ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പുറത്തു പോയാൽ മതി, മരുന്ന് കൂടാതെ പല രോഗങ്ങളും സൗഖ്യമാകും. जो बातें आपको जरूरी नहीं है, वो बातें अगर आपके मन से निकल जाते हैं तो आपकी बहुत सारी बीमारी बिना दवाई खाकर आप चंगाई को प्राप्त कर सकते हैं. വൈദ്യശാസ്ത്രം പറയുന്നത് 85% രോഗങ്ങൾ സൈക്കോസോമാറ്റിക് രോഗങ്ങൾ ആകുന്നു എന്നാണ്. സൈക്കോസോമാറ്റിക് എന്ന് പറഞ്ഞാൽ സുഖേ, പ്രാണൻ അല്ലെങ്കിൽ മനസ്സ്, സോമ ശരീരം. കേവലം ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളല്ല, അതിൻ്റെ പിന്നിൽ മനസ്സുണ്ട്. സൈക്കോസോമാറ്റിക് രോഗങ്ങളാണ്. 85% രോഗങ്ങളും സൈക്കോസോമാറ്റിക് രോഗങ്ങളാകുന്നു എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. मेडिकल साइंस का कहना है कि एक मनुष्य के शरीर में कम से कम 85% जो बीमारी होते हैं वो साइकोसोमैटिक बीमारी है. साइकोसोमैटिक का अर्थ है मन से जुड़ा हुआ बीमारी. അവ സൗഖ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സ് സൗഖ്യമാകണം. മനസ്സ് സൗഖ്യമാകണം. മനസ്സ് സൗഖ്യമാകണം. മനസ്സിനെ സൗഖ്യമാക്കുവാൻ ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. अगर आपको चंगाई की जरूरत है, बहुत जरूरी है कि आपके मन में चंगाई आए. वो चंगाई आपके मन में होना है और वो मन की चंगाई बस यीशु मसीह ही आपको दे सकता है. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. और एशिया नबी की किताब उसका 61 जो अध्याय है उसका पहले पद से हम देख सकते हैं यीशु मसीह के बारे में वहाँ लिखा है, प्रभु यहोवा का आत्मा मुझ पर है क्योंकि यहोवा ने सुसमाचार सुनाने के लिए मुझे अभिषेक किया है. मुझे इसलिए भेजा है मैं खेदित मन के लोगों को शांति दूं. जो लोग खेदित है, जो लोग मन में दुख को लिए हुए हैं, आपके लिए ये सुसमाचार है कि यीशु मसीह आपको चंगा कर सकता है. ശരീരത്തിൽ കത്തി കൊണ്ട് മുറിവുണ്ടാകുന്നത് പോലെയല്ല മനസ്സിൽ മുറിവുണ്ടാകുന്നത്. മനസ്സിലുണ്ടാകുന്ന മുറിവിനെ സൗഖ്യമാക്കുവാൻ ബെറ്റാഡിനോ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ സംവിധാനത്തിലുള്ള മരുന്നുകൾക്കോ കഴിയത്തില്ല.
एक शरीर में अगर एक घाव चोट मिलता है उस प्रकार नहीं होता। आपके मन में जब चोट आता है, शरीर की चंगाई के लिए आप बेटाडीन या कुछ दवाई लगा सकते हैं, लेकिन मन में जो चोट पहुंचा है उसको कौन चंगा कर सकता है? 147 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. भजन संगीता 147 में लिखा है कि जो लोग मन में टूटे हुए हैं उनको प्रभु चंगाई देता है. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ മനത്തകർച്ചയുള്ളവരുടെ അരികിൽ യേശു നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ യേശു നിന്നെ തൊട്ട് നിന്റെ മനസ്സിന്റെ മുറിവുകളെ സൗഖ്യമാക്കുന്നു. मैं ऐसा विश्वास करता हूं कि यीशु मसीह आपके करीब है. जो लोग मन में टूटे हुए हैं, यीशु मसीह आपको छूकर चंगा कर रहा है. നിനക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു സിറ്റി സ്കാനിങ്ങിനോ MRI സ്കാനിങ്ങിനോ എക്സ്റേ മെഷീനോ കണ്ടെത്തുവാൻ കഴിയാത്ത അബോധ മനസ്സിലുള്ള ആ വേദനകളെയും മുറിവുകളെയും യേശു അകത്തുനിന്ന് പുറത്തെടുത്ത് കളയുവാൻ പ്രാപ്തിയുള്ളവനാണ്. യേശുവേ എന്നൊന്ന് ഹൃദയത്തിൽ നിന്ന് നീ വിളിക്കുമോ? आपकी मन की जो दुख है, जो टूटापन है, कोई सीटी स्कैन में नहीं आ सकता, कोई एक्सरे मशीन नहीं ले सकता, लेकिन आपकी मन के जो टूटापन है वो यीशु मसीह देखता है. क्या आप यीशु मसीह कर कर पुकार सकते हैं? ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും നല്ല വാക്വം ക്ലീനർ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിനകത്തുള്ള ചപ്പുചവറുകൾ, നിന്റെ മനസ്സിനകത്തുള്ള പൊടിപടലങ്ങളെ ഈ വചനം സക്ക് ചെയ്തെടുക്കുകയാണ്, വലിച്ചെടുക്കുകയാണ്. നീ പോലും അറിയാതെ ഒരു അത്ഭുത സൗഖ്യം മനസ്സിൽ സംഭവിക്കുന്നു. परमेश्वर का वचन सबसे अच्छा वैक्यूम क्लीनर है. परमेश्वर के वचन को आप जब सुनते हैं, अपने जीवन में अंगीकार करते हैं, आपके मन में जो ये धूल समान, जो ये गंदगी समान, ये जो दुख आपके मन में है, परमेश्वर का वचन वो सबको आपके अंदर से लेकर आपको शुद्ध कर सकता है. നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെ പരിവർത്തനത്തിന് വിധേയമാക്കുവാൻ സന്നദ്ധമാണോ? क्या आप अपने मन की जो चिंताएं हैं, सोच है, उसमें परिवर्तन लाने के लिए क्या आप शुरू है, क्या आप उसको सहमत हैं? നമ്മുടെ ചിന്താ രീതികൾക്ക് മാറ്റം വരണം, തോട്ട് പാറ്റേൺസിന് മാറ്റം വരണം. സാധാരണ മനുഷ്യർ 99% ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. हमारे सोचने की जो प्रतीति है उसमें बड़ी बदलाव को लाना है. कम से कम 99% जो लोग हैं नकारात्मक रीति के सोच को रखते हैं. ഒരു സാധാരണ മനുഷ്യന് ഏകദേശം 30,000 ചിന്തകളാണ് ഒരു ദിവസം ചിന്തിക്കുന്നത്. एक साधा व्यक्ति कम से कम 3000 सोच उसके मन में आता है. No thought stays neutral. ഒരു ചിന്ത പോലും ന്യൂട്രൽ ആയിട്ട് തുടരുന്നില്ല. ഒന്നിൽ അത് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. कोई भी सोच एक न्यूट्रल में नहीं रहता. या तो वो सकारात्मक होंगे या तो नकारात्मक. ശരിയായ ചിന്തകളാണെന്നുണ്ടെങ്കിൽ റൈറ്റ് തോട്ട്സ് പ്രിസീഡ്സ് റൈറ്റ് ഇമോഷൻ ഓർ ശരിയായ ചിന്തകൾ ശരിയായ വികാരങ്ങളെ പുറപ്പെടുവിക്കുന്നു. अगर सच्ची एक सत्य या सही अगर चिंता है तो वो सही कार्य के लिए हमें ले चलता है. ടോക്സിക് തോട്ട്സ് ട്രിഗർ നെഗറ്റീവ് ഇമോഷൻസ്. കേടുവരുത്തുന്ന ടോക്സിക് ആയിട്ടുള്ള ചിന്തകൾ തിന്മ നിറഞ്ഞ വികാരങ്ങളെ പുറപ്പെടുവിക്കുന്നു. अगर जहरीले चिंता है तो आपके शरीर में भी वो जहरीले चीजों को उत्पन्न करता है. നിങ്ങൾ നെഗറ്റീവായിട്ട് ബാഡ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ട് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദ ബാഡ് തോട്ട് ക്യാൻ ഗെറ്റ് വേഴ്സ്. അതും കുറെ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ വേഴ്സായി മാറും, കൂടുതൽ കൂടുതൽ മോശമായി മാറും. आप नकारात्मक सोच को लिए हुए हैं तो आप ध्यान दीजिए, क्योंकि दिन बढ़ते ही ये नकारात्मक सोच में आप रहेंगे तो और वो खराब होते रहेगा. എന്നാൽ the good thought can get better. നിങ്ങൾ നല്ല ചിന്തകളുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ ദിനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ നല്ല ചിന്തകൾ കൂടുതൽ ബെറ്റർ ആകുവാൻ തുടങ്ങും, കൂടുതൽ ബെറ്റർ ആകുവാൻ തുടങ്ങും. നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺ തന്നെ കൂടുതൽ ബെറ്റർ ആകുവാൻ തുടങ്ങും. लेकिन अगर आपके सकारात्मक सोच है, आप अच्छी बातों को सोचते हैं, तो जैसे जैसे दिन बीतते हैं आपका सोचने का तरीका भी बहुत अच्छा होगा. റിസർച്ച് നടത്തുന്നവർ പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ DNA-യിലുള്ള ജീൻസിനെ പോലും മാറ്റുവാൻ കഴിയുമെന്നാണ്. റിസർച്ച് ഷോസ് ദാറ്റ് അവർ തിങ്കിങ് അഫക്ട്സ് അവർ ജീൻസ്, അവർ പെർസെപ്ഷൻ ആൻഡ് ലൈഫ്. और
जो रिसर्च करते हैं उनका कहना है कि हमारी जो सोच है इसको हमारी जीन के, हमारे कोशिकाओं के ऊपर भी बड़े संभावना है. And they say that it can remodel our genes. നമ്മുടെ ജീൻസിനെ പോലും റീമോഡൽ ചെയ്യുവാൻ കഴിയുന്നതാണ് ചിന്തകൾ എന്ന് പറയുന്നത്. और रिसर्च जो करते हैं उनका कहना है कि हमारी चिंता, हमारी जो जीन्स होते हैं उसको रीमॉडल भी कर सकते हैं. ചിന്തകൾക്ക് മാറ്റം വരുത്തുക. ചിന്തിച്ചു കൊണ്ടിരുന്നാൽ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മതി, നീ ഒന്നും ചെയ്യാതെ തന്നെ നിന്റെ ശരീരത്തിന് കേടുവരുവാൻ തുടങ്ങും. तो आपको बहुत जरूरी है कि आपकी चिंताओं की रीति में बदलाव को लाए. आप अगर पूरे समय नकारात्मक रीति से सोचते हैं, ये बहुत बड़ी संभावना है कि आप बीमार हो सकते हैं. A negative or harmful thinking pattern, if indulged over a period of time, can actually cause disorder in the production of hormones from pituitary gland. और बहुत समय तक आप नकारात्मक रीति में अगर सोचते हैं, बड़ी संभावना है कि आपके शरीर में बुरे हार्मोन्स को पिट्यूटरी ग्लैंड्स उसको प्रोड्यूस करे, उत्पन्न करे. സദൃശവാക്യം 23:7 ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു, as man thinks in his heart, so is he. और हम प्रोवर्ब्स में देख सकते हैं उसका 23:7 में, जैसा एक मनुष्य सोचता है वैसा वो है. നിങ്ങൾക്കൊരു ആന്തരിക സൗഖ്യം വേണോ? ചിന്തകൾക്ക് മാറ്റം വരുത്തുക. अगर आपको एक आंतरिक चंगाई की जरूरत है, आपको करना क्या है? आपके चिंताओं में परिवर्तन लाना है. ഇത്തരത്തിൽ ചിന്തിക്കുന്നവർ കള്ളങ്ങൾ വിശ്വസിക്കുവാൻ സാധ്യതയുണ്ട്. जो लोग नकारात्मक सोचते हैं, बहुत सारे झूठ को वो विश्वास करते हैं. ചില കള്ളങ്ങൾ, അവർ വിശ്വസിക്കുന്ന ചില കള്ളങ്ങളാണ്, ഞാനൊരു പരാജയമാകുന്നു, ഐ ആം എ ഫെയിലിയർ. और बहुत से लोग हैं जो ऐसे झूठ को वो विश्वास करते कि मैं एक असफल व्यक्ति हूँ. മറ്റൊരു കള്ളം, അവർ ചിന്തിക്കുന്നു, God doesn't love, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. और दूसरा एक झूठ है जो लोग विश्वास करते हैं कि परमेश्वर भी मुझसे प्रेम नहीं करता. വേറൊരു കള്ളം, I don't hear from God, ദൈവത്തിൽ നിന്ന് ഞാൻ കേൾക്കുന്നില്ല. और तीसरा एक झूठ है, वो कहते हैं कि मैं परमेश्वर से कुछ नहीं सुन सकता. മറ്റൊരു കള്ളം, I can never forgive others and myself, എനിക്ക് മറ്റുള്ളവരോടും എന്നോടും ക്ഷമിക്കാൻ കഴിയുകയില്ല. और दूसरा एक झूठ है जो लोग कहते हैं कि मैं दूसरों को भी और खुद को मैं कभी माफ नहीं कर सकता. വേറൊരു കള്ളം, not even God can help me, ദൈവത്തിന് പോലും എന്നെ സഹായിക്കാൻ കഴിയത്തില്ല. और एक झूठ लोग विश्वास करते हैं, वो ऐसे विश्वास करते हैं कि परमेश्वर भी मेरा सहायता नहीं कर सकता. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കള്ളങ്ങൾ പലരും വിശ്വസിക്കുന്നുണ്ട്. मेरे प्रियो, ऐसे हजार झूठ कई लोग विश्वास करते हैं. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഇന്നും പല കാര്യങ്ങൾക്കും വിടുതൽ ലഭിക്കാതിരിക്കുന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്താ രീതി വചനപ്രകാരമല്ല, നിങ്ങൾ കള്ളങ്ങൾ വിശ്വസിക്കുന്നു. आप बहुत प्रार्थना करते हैं लेकिन आपके प्रार्थनाओं का फल आपको नहीं मिलता. इसका कारण क्या है? क्योंकि आप बहुत सारे झूठ को विश्वास किए हुए हैं. കള്ളങ്ങളുടെ അപ്പൻ എന്ന് പറയുന്നത് പിശാചാണ്. നിങ്ങൾ കള്ളം വിശ്വസിക്കുന്നുവെങ്കിൽ കള്ളങ്ങളുടെ അപ്പനാകുന്ന പിശാചിന് നിങ്ങൾ സ്ഥലം കൊടുത്തിരിക്കുകയാണ്. झूठ का पिता है शैतान. अगर आप झूठ को विश्वास करते हैं, आपको समझना है कि आप शैतान को अपने मन में स्थल दिया है. യോഹന്നാന്റെ സുവിശേഷം 8:44 യേശു ഇങ്ങനെയാണ് പറയുന്നത്. അവനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, അവനെ കുറിച്ച് പറയുമ്പോൾ അവസാന ഭാഗത്ത് അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. പിശാചാരാണ്? അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. और यूहन्ना 8 में हम देख सकते हैं यीशु मसीह कहता है कि शैतान वो कौन है? वो झूठ बोलने वाला का पिता है. കള്ളങ്ങൾ തകരണമെന്നുണ്ടെങ്കിൽ സത്യം ദൈവത്തിന്റെ വചനമാകുന്നു. വചനം കൊണ്ട് കള്ളങ്ങളെ തകർക്കണം. अगर आपके जीवन के जो झूठ है, अगर उसको तोड़ना है, बहुत जरूरी है परमेश्वर के वचन जो सत्य है उससे ही झूठ को तोड़ सकते हैं. യോഹന്നാൻ 17:17 യേശു പറഞ്ഞു, വചനം സത്യമാകുന്നു. ആ സത്യം കൊണ്ട്, ആ വചനം കൊണ്ട് കള്ളങ്ങളെ തകർക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു കള്ളം ഉയർന്നു വരുമ്പോൾ വചനം പറഞ്ഞതിനെ തകർക്കുക.
यूहन्ना 17 उसका 17 में यीशु मसीह ने कहा है कि सत्य के द्वारा हम हर एक झूठ को तोड़ सकता है। सत्य क्या है? सत्य परमेश्वर का वचन है। ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് കോട്ടകളായി തീരുവാൻ ഒരു സാധ്യതയുണ്ട്. और इस प्रकार की जो सोच है इसको एक गढ़ बनने की बड़ी संभावना है। 2 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. और 2 कोरिन्थियों उसका 10वां अध्याय उसका 3 से लेकर 5 तक जो पद है वहां पर पौलुस इस प्रकार से कहते हैं कि यद्यपि हमारे शरीर में हम चलते हैं तथापि हम शरीर के अनुसार नहीं युद्ध करते, क्योंकि हमारा युद्ध के हथियार शारीरिक नहीं परंतु गढ़ों को खोदने के लिए और ईश्वर के सामर्थ्य से परिपूर्ण है। हम परमेश्वर के ज्ञान के विरुद्ध उठने वाली कल्पनाओं प्रत्येक अवरोध का खंडन करते हैं। പൗലോസ് ഇവിടെ പറയുന്ന ഈ യുദ്ധം നടക്കുന്നത് എവിടെയാണ്? മനുഷ്യന്റെ മനസ്സിലാണ്. पौलुस जो यहाँ पर युद्ध हो रहा है इसके बारे में जो कहा, ये युद्ध कहाँ हो रहा है? ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് പിശാച് മനസ്സിനകത്ത് കോട്ടകൾ കെട്ടുന്നത്. और ये युद्ध के कारण शैतान हमारे मनों में गढ़ को बनाता है। എങ്ങനെയാണ് ഈ കോട്ടകൾ ഉണ്ടാകുന്നത് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിന്റെ ആരംഭം എന്ന് പറയുന്നത് ചിന്തയാണ്. किस प्रकार से शैतान हमारे मनों में गढ़ को बनाता है, इस वचन से हम समझ सकते हैं उसका आरंभ में चिंता को इस्तेमाल करता है। വചനപ്രകാരമല്ലാത്തൊരു ചിന്ത നിന്നിൽ ഉടലെടുക്കുന്ന സന്ദർഭത്തിൽ നീ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് ചിന്തകളാകും, ചിന്തകളുടെ കൂട്ടമാകും, ചിന്തകളുടെ കൂട്ടമാകുമ്പോൾ അതൊരു സങ്കല്പമായി തീരും. आप वचन के विरुद्ध में, वचन में जो बातें नहीं लिखा है ऐसे बातों को सोचने से, जब सोचते सोचते सोचने का जो एक झुंड एक कल्पना बन सकता है। ആ സങ്കല്പങ്ങൾ വചനപ്രകാരമുള്ള സങ്കല്പങ്ങൾ അല്ലാത്തതിനാൽ ആ സങ്കല്പങ്ങൾ ദുരാത്മാക്കളെ അവിടേക്ക് ആകർഷിക്കും. നീ അറിയാതെ തന്നെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ദുരാത്മാവ് ആ സങ്കല്പത്തിൽ വന്നിരിക്കുന്നതോടുകൂടി അതൊരു കോട്ടയായി തീരുകയാണ്. और वो कल्पनाएं जो आपके अंदर आ गए हैं वो परमेश्वर के वचन के अनुसार नहीं है, तो उस कल्पनाओं में शैतान आकर बैठता है। और शैतान जब आपकी कल्पनाओं में आकर बैठता है वो एक गढ़ के समान आपके मन में बन जाता है। സാമ്പത്തികമായി നിങ്ങൾ തകരുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുന്നു. अगर आप सोचते हैं मैं आर्थिक रीति से मैं गिर रहा हूं, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു ചിന്തകളുടെ കൂട്ടമായി തീരും. आप जब ऐसे सोचते रहते हैं वो सोच का एक समूह, एक झुंड बन जाता है। ഞാൻ എൻ്റെ കുടുംബത്തെ എങ്ങനെ പോറ്റും, എനിക്കൊരു വീട് പണിയുവാനൊക്കുമോ, പല ചിന്തകൾ വരുമ്പോൾ അതൊരു ചിന്തകളുടെ കൂട്ടമാകുന്നു. ഈ ചിന്തകളെല്ലാം ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യത്തിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളാണ്. आप ऐसे सोचते हैं मेरे पास पैसे नहीं है, मैं घर को कैसे बनाऊंगा, मेरे घर को मैं कैसे संभालूंगा, ऐसे सोच आकर वो सोच का एक झुंड बन जाते हैं। और ये जो सोच है ये वचन के अनुसार नहीं है। അവിടേക്ക് ഒരു ദുരാത്മാവ് വരും. ആ ദുരാത്മാവ് വരുന്നതോടുകൂടി അതൊരു കോട്ടയായി തീരുകയാണ്. और उस सोच में कौन आएगा? शैतान आएगा, क्योंकि वो वचन के अनुसार नहीं है। अगर शैतान वहां आ गया तो वहां पर वो एक गढ़ बन गया। അത് കോട്ടയായി തീർന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇനിയും ചിന്തിക്കണ്ട എന്ന് താൻ ആഗ്രഹിച്ചാൽ പോലും ചിന്തിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. തൻ്റെ മനസ്സിൽ കിടന്ന് ഞാൻ സാമ്പത്തികമായി തകരും, ഞാൻ സാമ്പത്തികമായി തകരും, ഞാൻ സാമ്പത്തികമായി തകരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. तो अभी ये मनुष्य सोचता है कि मुझे आर्थिक बातों के बारे में नहीं सोचना। वो ऐसे सोचने से भी उससे नहीं होगा, क्योंकि वो गढ़ बन गया है। वो बार बार यही सोचता है अब मेरे आर्थिक समस्याओं का मैं क्या करूं, मैं क्या करूं। ചിന്തകൾ വരുത്തുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. आपके मन में जो सोच है, चिंता है, कितना खतरनाक है आपको समझना ഈ है। ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും കോട്ടകൾ ഉണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ ആ കോട്ടകളെ ഇടിച്ചു കളയണം. आप जब ये आवाज को सुनते हैं, अगर आपके मन में किसी भी रीति के गढ़ है, यीशु मसीह के नाम से वो गढ़ को तोड़ना है। പൗലോസ് അതാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളാണ്. वही पौलुस यहाँ पे कहता है,
हमारी जो आयुध है, हमारी जो हथियार है, वो शारीरिक नहीं, लेकिन ऐसे हमारे हथियार दिया है जो गढ़ को खत्म कर सकता है। ഇന്ന് ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോഴും അതേ ആയുധങ്ങളോടുകൂടിയാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനകത്ത് കോട്ടകളുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ആ കോട്ടകളുടെ ലാസ്റ്റ് ഡേ ആണ്. ആ കോട്ടകൾ ഇടിഞ്ഞു പോകും. और जब हम सेवकाई करते, आप विश्वास करें, हम भी उस हथियार को इस्तेमाल कर कर सेवकाई कर रहे। अगर आपके मन में शैतान ने गढ़ को रखा है तो यीशु मसीह के नाम से प्रभु वो गढ़ को तोड़ रहा है। പിശാചിന് കോട്ട കെട്ടാനുള്ളതല്ല നിന്റെ മനസ്സ്. शैतान को गढ़ बनाने का एक जगह नहीं है तुम्हारा मन। പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാണ് നിന്റെ മനസ്സ്. पवित्र आत्मा का मंदिर है तुम्हारा मन। ഇടിച്ചു കളയുക അതിനെ. इसलिए हर एक गढ़ को तोड़ डाले। ഇടിച്ചു കളഞ്ഞാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അടുത്ത പ്രാവശ്യം അതേ ചിന്ത പിന്നെയും വരികയാണെങ്കിൽ ആ ചിന്തയെ പിടിച്ചതിന് ശേഷം കാൽ കീഴയാക്കണം. अगर आप उस गढ़ को तोड़ सकते हैं, अगला बार जब वो सोच आएगा, आप उस सोच को पकड़कर अपने पैरों के नीचे दबा देना है। അതാണ് പൗലോസ് പറയുന്നത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിൽ തോട്ടെന്നാണ്, ഏതു തോട്ടിനെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. और इसी के बारे में पौलुस यहाँ पे लिखता है कि हर एक कल्पनाओं को, प्रत्येक जो अवरोध जो परमेश्वर के वचन के विरुद्ध आते हैं, उसको हम यीशु मसीह के अधिकार में बना लेते हैं। ആമേൻ. നിന്റെ മനസ്സിനെ ഈ നിലയിൽ വചനപ്രകാരം സൂക്ഷിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വചനം ധ്യാനിക്കുവാൻ പരിശീലിക്കുക. മെഡിറ്റേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആണ് മനസ്സിന്റെ സംരക്ഷണത്തിനുള്ള മരുന്ന്. अगर आप अपने मन को इस रीति से उसको संभालना चाहते हैं तो उसका सबसे बड़ा उपाय है कि परमेश्वर का वचन का मनन करें. Read the word of God, hear the word of God, meditate the word of God, confess the word of God, obey the word of God. ദൈവത്തിന്റെ വചനം വായിക്കുക, ദൈവത്തിന്റെ വചനം കേൾക്കുക, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക, ദൈവത്തിന്റെ വചനം ഏറ്റുപറയുക, ദൈവത്തിന്റെ വചനം അനുസരിക്കുക. तो आपको जरूरी है कि आप परमेश्वर के वचन को पढ़ें, आपको जरूरी है कि आप परमेश्वर के वचन को सुने, आपको जरूरी है कि आप परमेश्वर के वचन के मनन करें, आपको जरूरी है कि आप वचन को अंगीकार करें और पालन करें. ഞാനിപ്പോൾ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയും. मैंने जो अभी कहा, ये 5 बातें आप अपने जीवन में ले लेते हैं, स्वीकार करते हैं, तो आप धन्य होंगे. ഒരിക്കൽ കൂടെ അത് എന്നോട് ചേർന്ന് ഏറ്റുപറയുക, റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. आप मेरे साथ इस प्रकार से कहे, रीड द वर्ड ऑफ गॉड. यस, रीड द वर्ड ऑफ गॉड, रीड द वर्ड ऑफ गॉड. हिंदी में आप वचन को पढ़े. यस, हियर द वर्ड ऑफ गॉड. परमेश्वर के वचन को सुने. meditate the word of God. परमेश्वर के वचन का मनन करें. confess the word of God. परमेश्वर के वचन का अंगीकार करें. ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ അഞ്ചാമത്തെ കാര്യം സ്വാഭാവികമായിട്ടും സംഭവിക്കും. obey the word of God. You will obey the word of God. നീ ദൈവത്തിന്റെ വചനം അനുസരിക്കും. और ये 4 कार्य आप करते हैं तो 5वां कार्य वो ऑटोमेटिकली आप करेंगे, आप जरूर परमेश्वर के वचन का पालन करोगे. യേശുയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ യഹോവയാകുന്ന ദൈവം യോശുവോട് പറഞ്ഞു. योशुआ की किताब, हम पहला अध्याय उसका 8वां पद में परमेश्वर योशुआ से कहता है, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. കൃതാർത്ഥനായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന നിന്റെ പ്രവൃത്തി സാധിക്കും, സക്സസ്ഫുൾ ആയി തീരുകയാണ്, നീ പ്രോസ്പർ ആയി തീരുകയാണ്. എല്ലാവരും പ്രോസ്പെരിറ്റി ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു. और यहोशू से परमेश्वर कहता है कि अगर तुम्हारे जीवन में तुम्हें सफलता की जरूरत है तो सबसे बड़ा अधिक अपने जीवन में परमेश्वर के वचन को पढ़ना और अपने जीवन में पालन करना है. ആമേൻ. സങ്കീർത്തനം 1-ന്റെ
1-2 വാക്യങ്ങളിലും നമുക്ക് ഇതേ ആശയം കാണുവാൻ കഴിയുന്നുണ്ട്. ആമീൻ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. और भजन संगीता उसका एक और दूसरा पद में भी हम देख सकते हैं, वचन करता है, क्या ही धन्य है वो पुरुष जो दुष्टों की युक्तियों पर नहीं चलता, ना पापियों के मार्ग में खड़ा होता है, ना ठट्टा करने वाले के मंडली में बैठता है, परंतु वो तो यहोवा की व्यवस्था से प्रसन्न रहता है और उसकी व्यवस्था पर रात दिन ധ്യാൻ करता है. അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? രാപ്പകൽ ധ്യാനിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ആ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വചനം കറങ്ങിക്കൊണ്ടിരിക്കും. അതിന് നിങ്ങൾ സഹായകരമായി ചെയ്യേണ്ടത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വചനം ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങണം. तो आप वो वचन में देखिए, वचन में लिखा है रात दिन वचन को वो ध्यान करता है. तो आप जब सोने जाते हैं, इसका अर्थ है सोने के समय भी आपके मन में वचन का चिंता करना है. आप सोने से पहले ही एक वचन का मनन करना है. ആ വചനം നിങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ ആ രാത്രിയിൽ ഉറക്കത്തിലും അറിയാതെ നിങ്ങൾ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും. आप उस वचन को सोचते हुए अगर सोते हैं, आप सोते समय भी आपका मन क्या होगा? आपका ये वचन को वो मनन कर रहा होगा. പലരുടെയും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളത്തെ കാര്യം എങ്ങനെയാകും, ഇന്നലത്തെ കാര്യം എന്താകും, ഈ കാര്യങ്ങളെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അവർ ഉറങ്ങാൻ തുടങ്ങുന്നു. അന്ന് രാത്രി പ്രേതത്തെ കാണുന്നു, ഭൂതത്തെ കാണുന്നു, കഴുത്തേൽ ആരാണ്ട് വന്ന് ഞെക്കുന്നു. എന്തുകൊണ്ടാണ്? ഉറക്കം തുടങ്ങുന്ന സമയത്ത് തന്നെ ചിന്തിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. कई लोग क्या करते हैं, वो सोने से पहले कल मैं कैसे करूंगा, कल की जो बातें हैं कैसा होगा, ये सब चिंता करते सोते हैं. तो वो सोने के समय वो क्या क्या देखते हैं? भूत को देखते हैं, वो देखते हैं कि कोई आकर उनका गले में पकड़ रहा है. इन सब बातों के बारे में सोचते हैं, क्योंकि सोने से पहले उसने नकारात्मक बातों को सोचा. ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ, വചനം നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ മനസ്സ് സൗഖ്യമാകുവാൻ പോകുന്നു. अगर आप परमेश्वर के वचन के लिए अपने जीवन में सबसे प्रधान स्थान देते हैं, पहला स्थान देते हैं, परमेश्वर के वचन के द्वारा आपके मन में बड़ी चंगाई को आप प्राप्त कर सकते हैं. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ പ്രാണനിൽ നമുക്കുള്ള മറ്റൊരു ഘടകമാണ്, പ്രധാനപ്പെട്ട ഘടകമാണ് വികാരങ്ങൾ എന്ന് പറയുന്നത്. अब मैं आगे चलने चाहता हूँ विषय में. ये जो प्राण है, इसमें अगला एक तल है जिसको भावनाएं कहते हैं. വികാരങ്ങൾ, നമുക്ക് വികാരങ്ങൾ അല്ലെങ്കിൽ അനുഭൂതികളുണ്ട്. എല്ലാ മനുഷ്യർക്കും വികാരങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കും ഇമോഷൻസ് ഉണ്ട്. हर एक मनुष्य के अंदर भावनाएं होते हैं, हर एक मनुष्य के अंदर एहसास होते हैं, अनुभूति होते हैं. A strong feeling deriving from one's circumstances, mood or relationship with others. हमारी परिस्थिति के उससे उत्पन्न होने वाली एक कठोर एहसास या अनुभूति को हम ഭാവനായി कह सकते हैं. യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെയാണ് വികാരങ്ങൾ ലഭിച്ചത്? ദൈവത്തിൽ നിന്നാണ് നമുക്ക് വികാരങ്ങൾ ലഭിച്ചത്. ये भावनाएं हमें कहां से मिला? ये जो भावना है परमेश्वर के स्वभाव से मिला. ദൈവത്തിന് വികാരങ്ങളുണ്ട്. परमेश्वर में भावनाएं हैं. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകുക. ഓരോ കാര്യങ്ങളും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറയുന്നു, നല്ലത്, It is good. और उत्पत्ति की किताब पहले अध्याय में आप देखेंगे, जो कुछ परमेश्वर बनाता है उसके बाद प्रभु कहता है कि वो अच्छा है, वो अच्छा है. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 7 പ്രാവശ്യമാണ് യേശു ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് 7 പ്രാവശ്യമാണ് നല്ലത് നല്ലത് എന്ന് പറഞ്ഞത്. और उत्पत्ति की किताब उसके जो पहले अध्याय में हम देख सकते हैं 7 बार ऐसा लिखा है, परमेश्वर कहता है कि अच्छा है, अच्छा है. അത് ദൈവത്തിന്റെ സന്തോഷത്തിന്റെ പ്രകടനമാകുന്നു. वहां पर परमेश्वर अपने आनंद को दिखा रहा है. കർത്താവിന് സന്തോഷമുണ്ട്. कितना खुशी है प्रभु हमें बनाकर. ആമേൻ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. एफिसियों 4 उसका 30 में भी हम देख सकते हैं, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. वहां लिखा है पवित्र आत्मा को दुखी नहीं करना. അതിന്റെ അർത്ഥം എന്താണ്? इसका अर्थ क्या है? പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാൻ സാധ്യതയുണ്ട്. पवित्र आत्मा दुखी होने का संभावना നമ്മുടെ है. ചില പ്രവൃത്തികൾ മൂലം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാൻ സാധ്യതയുണ്ട്. हमारे कुछ कार्यों से पवित्र आत्मा को दुख पहुंच सकता है. ദുഃഖം ഒരു വികാരമാകുന്നു.
ये जो दुख है वो एक भावना है, സന്തോഷം ഒരു വികാരമാകുന്നു. खुशी आनंद वो एक भावना है. ദൈവത്തിൽ നിന്നാണ് നമുക്ക് വികാരങ്ങൾ ലഭിച്ചത്. परमेश्वर के द्वारा हमें भावनाएं मिले हैं. എന്നാൽ മനുഷ്യൻ വീണുപോയതോടുകൂടെ ഈ വികാരങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു. അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് മനുഷ്യനിൽ പ്രവേശിച്ചു. लेकिन मनुष्य ने जब पाप किया, बहुत सारे नकारात्मक बातें भी आकर ये सब पूरा गड़बड़ में पड़ गया. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. उत्पत्ति की किताब 3रा अध्याय उसका 10वां पद में हम देख सकते हैं. വീഴ്ച സംഭവിച്ചതിന് ശേഷം മനുഷ്യന്റെ പ്രതികരണമാണ്, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടൊളിച്ചു എന്ന് ആദം ദൈവത്തോട് പറയുന്നു. और उत्पत्ति की किताब में उसका 3रा अध्याय उसका 10वां पद में हम देख सकते हैं, आदम परमेश्वर से इस प्रकार से कहता है कि मैं तेरे शब्द को बारी से सुनकर डर गया. 3 തിന്മ നിറഞ്ഞ വികാരങ്ങൾ, നെഗറ്റീവായിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള വികാരങ്ങൾ ഇവിടെ കാണുവാൻ കഴിയുന്നു. 1 ഭയം, ഫിയർ. 2 ഷെയിം, ലജ്ജ. 3 സീക്രട്ട്, രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ തുടങ്ങുന്നു മനുഷ്യൻ. इस वचन में हम 3 नकारात्मक भावनाओं को देख सकते हैं. एक है डर, दूसरा शर्म और तीसरा रहस्य. ഇന്ന് നമുക്ക് ഭയമില്ലാതെ ജീവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ചില ഭയങ്ങളെ ഹെൽത്തി ഫിയർ എന്ന് പറയുന്നു. ഹെൽത്തി ഫിയർ ഇല്ലാതെ നമുക്കിന്ന് ജീവിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ സംവിധാനത്തിൽ തന്നെ ഫിയർ ഉണ്ട്. എന്നാൽ അത് അൺഹെൽത്തി ആയി തീരുമ്പോഴാണ് രോഗമായി തീരുന്നത്. आज हम जब इस धरती पर रहते हैं, हम भय के बिना नहीं रह सकते. तो हम जो भय है उसको भी 2 में विभाग कर सकते हैं. एक जो स्वास्थ्य या अच्छा भय और एक अस्वस्थ भय. നമുക്കിന്ന് ലജ്ജ, ഹെൽത്തി ആയിട്ടുള്ള ഷെയിം ഇല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ആ ലജ്ജ അൺഹെൽത്തി ആയി തീരുമ്പോഴാകുന്നു രോഗമായി തീരുന്നത്. और हमारे अंदर शर्म है, तो शर्म बहुत ज़रूरी है इस धरती में रहने के लिए. लेकिन जब वो शर्म जब हमें दुख पहुंचाते हैं या बाधाएं ला कर आते हैं, तो वो अनहेल्थी हो जाता है. ആദാമിന് തോട്ടത്തിൽ വെച്ച് സംഭവിച്ചതിനെ കുറിച്ച് ഇയ്യോബ് ഒരു പരാമർശം നടത്തുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യത്തിൽ, ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവിടുത്ത് മറച്ചു വെച്ചെങ്കിൽ എന്ന് ഇയ്യോബ് ആദമിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. और आयुब की किताब में भी हम देख सकते हैं, उसका 31वां अध्याय में देख सकते हैं, आयुब करते हैं, अगर मैंने आदम के तरह अपने पाप को अगर छुपा कर रखा तो. അപ്പോൾ മനുഷ്യൻ ഇന്ന് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവനാകുന്നു. അവൻ മറ്റാരും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുള്ള വ്യക്തിയാണ്. मनुष्य जो है बहुत रहस्यों को अंदर छुपा कर रहता है. दूसरे लोग नहीं जानते उनके बारे में. ऐसे कई रहस्यों को अपने अंदर रखते हैं. ഇത്തരത്തിലുള്ള ഒരുപാട് വികാരങ്ങൾ ഉള്ള വ്യക്തികളാകുന്നു നാം ഓരോരുത്തരും. നല്ല വികാരങ്ങളുമുണ്ട്. സന്തോഷം ഒരു നല്ല വികാരമാണ്. സ്നേഹം ഒരു നല്ല വികാരമാണ്. എന്നാൽ ഭയത്തെ തന്നെ ഹെൽത്തി അൺഹെൽത്തി എന്ന് തരംതിരിക്കേണ്ടതായിട്ടുണ്ട്. ഭയമുണ്ട്, നമുക്ക് കോപമുണ്ട്, നമുക്ക് നിരാശയുണ്ട്, നമുക്ക് യുഫോറിയ ഉണ്ട്, അമിതാഹ്ലാദമുണ്ട്, നമുക്ക് എക്സ്റ്റസി ഉണ്ട്. ഇങ്ങനെയുള്ള പലവിധമാകുന്ന വികാരങ്ങളുള്ളവരാകുന്നു നാം ഓരോരുത്തരും. और हमारे अंदर कई प्रकार के भावनाएं होते हैं. अच्छे भावना जैसा आनंद, प्रेम, ऐसे अच्छे भावनाएं होते हैं. और गलत अस्वस्थ भावनाएं होते हैं. डर होता है, शर्म होता है और ज़्यादा गुस्सा होता है. ये सब अस्वस्थ भावनाएं हैं. ഞാൻ ആ വികാരങ്ങളുടെ ലിസ്റ്റ് ഒന്ന് വായിക്കാം. ഹിന്ദിയിൽ അതുപോലെ തന്നെ പറയണം. ജോയ്, നമുക്ക് നല്ല വികാരങ്ങളുണ്ട്. ജോയ് ഒരു വികാരമാകുന്നു. हम भावनाओं के बारे में देखेंगे. आनंद जो है वो अच्छा है. ലവ്, प्रेम, സാഡ്നെസ്, उदासी, ഡിസ്ഗസ്റ്റ് അല്ലെങ്കിൽ വെറുപ്പ്, नाराजगी, anger, गुस्सा, fear, डर, shame, शर्म. യൂഫോറിയ എന്ന് പറയുമ്പോൾ അമിതാഹ്ലാദം. और यूफोरिया का अर्थ है बहुत ही आनंद होना. എക്സ്റ്റസി, ഇങ്ങനെ വിവിധങ്ങളാകുന്ന വികാരങ്ങൾ നമുക്കുണ്ട്. और एक्सटेसी, ऐसे कई प्रकार के भावनाएं हैं. ഈ വികാരങ്ങൾ നല്ല വികാരങ്ങളുമുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വികാരങ്ങളുണ്ട്. എന്നാൽ ആ വികാരങ്ങൾ ഇല്ലാതെ, സാഡ്നെസ് ഇല്ലാതെ നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തില്ല.
और इसमें अच्छे भावनाएं भी हैं, बुरा भी है। जैसे कि हम देख सकते हैं बिना उदासी के हम इस धरती में नहीं जी सकते। നമുക്ക് വേദനകൾ വരുന്നില്ലേ? हमारे जीवन में दर्द आते हैं, മനസ്സിൽ വേദനകൾ വരുന്നുണ്ട്, हमारे मन में दुख आते हैं, ശരീരത്തിൽ വേദനകൾ വരുന്നുണ്ട്. शरीर में दुख आते हैं। ശരീരത്തിൽ വേദന വരുന്ന ഒരു അനുഗ്രഹമാണ്. और शरीर में जब दर्द मिलता है वो एक कारण से आशीष भी है। കേടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. तब हम समझते हैं कि हमारे शरीर में कुछ मुश्किल है। വികാരങ്ങളുടെ മേഖലയിൽ തന്നെ സാഡ്നെസ്സോ വേദനകളോ വരികയാണെങ്കിൽ अगर भावनाओं के तल में ही आपके जीवन में मन में दर्द या डर आते हैं, അതിനെ ബഹിഷ്കരിക്കുവാൻ പരിചയിക്കണം. तो उसको बाहर निकालने के लिए आप पढ़ना है। അകത്തു നാം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ अगर इसको हम मन में बनाए रखते हैं, അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. वो आपके जीवन में संकट को ले आ सकता है। നമ്മിൽ ഒരു ഇമോഷണൽ ബേസ്മെന്റ് ഉണ്ട് എന്ന് നമുക്ക് കരുതാം. हमारे अंदर ऐसे भावनाओं का एक तल है कर हम समझे। അതൊരു കണ്ടെയ്നറിനെ പോലെയാണ്, ഒരു പാത്രത്തെ പോലെയാണ്. वो एक बर्तन के समान है। അവിടെ ദുഃഖങ്ങൾക്ക് സ്റ്റോർഡ് ആകുവാനുള്ള ഒരു സ്ഥലമുണ്ട്. ദുഃഖങ്ങളെ വേണമെങ്കിൽ നമുക്ക് ശേഖരിച്ചു വെക്കുവാൻ കഴിയും. वहां पर आपके जो दुख है वो सबको इकट्ठा करने का एक बर्तन है, ऐसे आप समझ ले। നിങ്ങൾക്കൊരു ദുഃഖം വരുന്നു, നിങ്ങൾക്കൊരു വേദന വരുന്നു, അതെല്ലാം ഈ ഇമോഷണൽ ബേസ്മെന്റിലുള്ള കണ്ടെയ്നറിൽ പോയി അത് സ്റ്റോർഡ് ആകുകയാണ്. आपके मन में कुछ दर्द आते हैं, कुछ दुख आते हैं, तो ये जो भावनाओं का तल है वहां के जो बर्तन में ये इकट्ठा हो रहा है। എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പാത്രം നിറയും, പിന്നെ അതിന് വഹിക്കാൻ കഴിയത്തില്ല. लेकिन एक समय के बाद ये बर्तन भर जाता है और ये बर्तन में और इकट्ठा करने की क्षमता खत्म हो जाता है। ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് വലിക്കുകയാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും എന്നതുപോലെ ഇമോഷണൽ ബേസ്മെന്റിന് വഹിക്കുവാൻ കഴിയുന്നതിൽ അധികമായിട്ട് ദുഃഖവും വേദനയും വരുമ്പോൾ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു. आप अगर एक रबर बैंड को लेकर खींचते हैं तो उसके अंदर एक क्षमता होती है कि वो कहां तक खींचा जाए। जब उसकी क्षमता खत्म हो जाती है वो टूट जाता है। इसी प्रकार आपके भावनाओं के तल पर भी जब वो क्षमता इकट्ठा करने की जो क्षमता टूट जाते हैं तब वहां पर भावनाओं में टूट हो सकता है, मानसिक रीति में आप टूट सकते हैं और आप बेचैन भी हो सकते हैं। എൻ്റെ അരികിൽ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുമായിട്ട് വന്നു. ഭാര്യയ്ക്ക് മാനസിക രോഗമാണ്. ഭാര്യയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് വന്നത്. एक दिन एक परिवार मेरे पास प्रार्थना के लिए आया। वो पति अपने पत्नी को लेकर मेरे पास आया। ഈ സഹോദരിക്ക് ഇപ്പോൾ സുബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭ്രാന്തിയെ പോലെ അവൾ ആയിരിക്കുകയാണ്. और ये जो बहन है वो अपने अच्छे मन को खो दिया है, वो पागल के जैसे हैं। അപ്പോൾ ഞാൻ ഭർത്താവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. तब मैंने जब पति से बात करना शुरू किया, എന്താണ് സംഭവിച്ചത്? मैंने पूछा कि क्या हुआ। അയാൾ യാഥാർത്ഥ്യം, സത്യം എന്നോട് പങ്കുവച്ചു. तो वो पति जो है क्या हुआ करके वो सच्ची बात मुझे बताने लगा। പാസ്റ്റർ, ഞാനൊരു മുൻകോപിയായിരുന്നു. पास्टर, मैं बहुत गुस्सा करने वाला व्यक्ति हूँ। വിവാഹം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് കോപിക്കാൻ തുടങ്ങി. शादी के कुछ दिनों के बाद ही मेरे पत्नी से मैं बहुत गुस्सा करता था। പിന്നീട് ഞാൻ അവളെ അടിക്കാൻ തുടങ്ങി. तो उसके बाद मैंने उसको मारना शुरू किया। ഇവള് കരയത്തു പോലുമില്ലായിരുന്നു. और ये जब मैं इसको मारती हूँ ये रोती नहीं है, ഇവൾ ഇത് ആരോടും പങ്കുവയ്ക്കത്തുമില്ല. और ये किसी को बोलती भी नहीं है। അടി കിട്ടുമ്പോൾ എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കും. जब मार खाती है मुझे वो ऐसे देखती रहती है। പിന്നീട് അടുക്കളയിൽ പോയി പിന്നെയും അവൾ പണിയെടുക്കും. उसके बाद वो अपने रसोई में जाती है, फिर काम करती है। വർഷങ്ങൾ ഞാൻ ഇവളെ ഇതുപോലെ അടിച്ചുകൊണ്ടിരുന്നു. बहुत सालों तक मैंने इसको ऐसा मारा। ഇവൾ ആരോടും അത് പങ്കുവെച്ചില്ല. इसने किसी को ये बातें नहीं बताया। അവളൊന്ന് കരയുക പോലും ചെയ്തില്ല. वो रोती भी नहीं थी। എന്റെ പീഡനം മൂലമാണ് ഇന്നവൾ ഭ്രാന്തിയായി തീർന്നിരിക്കുന്നത്. मैंने जो उसको ऐसा पीड़न से लेकर गया, सताव से लेकर गया, उसके कारण आज वो इस मानसिक रीति में पहुंच गई है। ഈ സ്ത്രീയിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? आपको मालूम है ये स्त्री के अंदर क्या हुआ? വേദനകൾ വരുമ്പോൾ जब उसके हृदय में, मन में दुख आता था, ദൈവം തന്നെ അതിനെ സൗഖ്യമാക്കുവാൻ ഒരു സംവിധാനം നമ്മിൽ വെച്ചിട്ടുണ്ട്. क्योंकि परमेश्वर खुद हमें एक ऐसे तल दिया है कि हम उसकी चंगाई करें। കരയുക, रोना, കരയണം.
आपको रोना है। ആ കരച്ചിലൂടെ കണ്ണുനീരിലൂടെ നിന്റെ വേദനകൾ ഒഴുകിപ്പോകും. जब आप रोते हैं, जो दर्द मन में आया है वो आंसू के साथ वो निकल जाता है। രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കരയുക, രണ്ട് പങ്കുവയ്ക്കുക. നിന്റെ വേദനകൾ നിന്നെ മനസ്സിലാക്കുന്ന ഒരാളിനോട് പങ്കുവയ്ക്കുവാൻ നീ തയ്യാറാകണം. इसमें दो बातें हैं, या तो आपको रोना है जब दर्द आते हैं, नहीं तो आपके दुख को किसी एक व्यक्ति जो आपको समझते हैं उसके साथ बांटना है। ഈ സ്ത്രീ കരഞ്ഞിരുന്നെങ്കിൽ വേദന ശമിക്കുമായിരുന്നു. अगर ये स्त्री रोती तो इसका दर्द में कमी आ सकता था। അവൾ ആരോടെങ്കിലും അവളുടെ വേദനകൾ പങ്കുവച്ചിരുന്നുവെങ്കിൽ ഈ അപകടം മുന്നമേ അവർക്ക് പിടിച്ചു നിർത്താമായിരുന്നു. अगर ये स्त्री अगर किसी से भी अपने दुख को वो बांटती होती तो ये बड़े खतरा से वो बच सकती थी। ഒരാളുടെ സൗണ്ട് മൈൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കത്തില്ല. ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. एक व्यक्ति के अगर साउंड माइंड वो खो देता है, बहुत मुश्किल है उसको वापस सही रीति में आना। बस प्रभु ही चंगा कर सकता है। കേരളത്തിലാണെങ്കിൽ അവർ ഉളമ്പാറയിൽ പിടിപെട്ടു പോകും, അല്ലെങ്കിൽ കുതിരവട്ടത്ത് പിടിപെട്ടു പോകും. അങ്ങ് അരുണാചൽ പ്രദേശിലാണെങ്കിൽ തേജ്പൂർ മെന്റൽ ഹോസ്പിറ്റലിൽ അവർ പിടിപെട്ടു പോകും. अगर आप केरल में हैं तो उलम्बारा और ऐसे कई जगह हैं जहां पर आपको ले सकते हैं। अगर आप अरुणाचल में हैं तो आपको लोग तेजपुर ले जाएंगे। മറന്നു പോകരുത്, നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ കരയണം, അല്ലെങ്കിൽ അത് ആരോടെങ്കിലും പങ്കുവെക്കണം. ആരെയും കണ്ടു കിട്ടിയില്ലെങ്കിൽ ഹന്നയെ പോലെയാകണം. ഹന്നയ്ക്ക് ആരോടും പറയാനില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് ഹന്ന തൻ്റെ ദുഃഖം മുഴുവൻ പങ്കുവെച്ചു, കരഞ്ഞു. ആശ്വാസത്തോട് സമാധാനത്തോട് അവൾ വീട്ടിൽ പോയി. तो आपको जब दुख आते हैं आपको चाहिए कि आपको रोना है, नहीं तो किसी व्यक्ति से आपके दुख को बांटना है। अगर कोई नहीं है तो हन्ना के जैसे करें। हन्ना के पास कोई नहीं था, उसने परमेश्वर के आलय में जाकर, मंदिर में जाकर हन्ना अपना पूरा दुख प्रभु के हाथों में दे देता है और वहां से बड़ी चंगाई को प्राप्त कर कर वो वापस जाती है। ഹന്നെ ആരും മനസ്സിലാക്കിയില്ല, ഹന്നയുടെ ദുഃഖം ആരും മനസ്സിലാക്കിയില്ല. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതൻ വന്നിട്ട് ഇവളൊരു നീച സ്ത്രീയാണെന്ന് കരുതി അങ്ങനെ എല്ലാവരും അവളെ തെറ്റിദ്ധരിച്ചുവെങ്കിലും ദൈവം അവളെ മനസ്സിലാക്കി അവളുടെ ദുഃഖത്തെ സൗഖ്യമാക്കി. आप देखिए हन्ना को कोई नहीं समझा, उसका मन में कितना दुख है कोई नहीं समझता था, उसके घर के लोग नहीं समझ पाए। वो मंदिर में जाकर जब रोती है, प्रार्थना करती है, वहां के महायाजक भी नहीं समझ पाए, लेकिन परमेश्वर ने उसके दुख को समझा। 1 ശമൂവേൽ 1:18 ശ്രദ്ധിക്കുക. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ആൻഡ് ഹർ കൗണ്ടനൻസ് വാസ് നോ മോർ സാഡ്. और पहले शमूएल की किताब उसमें हम देख सकते हैं जब हन्ना परमेश्वर की उपस्थिति में वो प्रार्थना करती है और परमेश्वर से वो आश्वास को पाकर वो खुशी से वापस जाता है। वचन में लिखा है कि फिर कभी उसका जो मुंह है वो दुखित नहीं हुआ। ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. നിങ്ങൾക്ക് വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, അകത്ത് പീഡനങ്ങൾ വരുമ്പോൾ അകത്ത് വെച്ചോണ്ടിരിക്കരുത്. ഇമോഷണൽ ബേസ്മെന്റിൽ പോയി അത് സ്റ്റോർഡ് ആകരുത്. പകരം അതിനെ ബഹിഷ്കരിക്കണം. എങ്ങനെ? പങ്കുവയ്ക്കലിലൂടെ. എങ്ങനെ? കണ്ണുനീരിലൂടെ അതിനെ ബഹിഷ്കരിക്കണം. और ये भी आपके जीवन में भी आप लागू करें। आपके मन में जब कुछ दुख आते हैं उसको अपने मन में बंद कर कर ना रखें, या तो आप उस रोक कर उस दुख को बाहर निकालें, नहीं तो किसी से बांटे, नहीं तो परमेश्वर की उपस्थिति में जाकर प्रार्थना कर कर रोक कर उसको बांटे। വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ പറയുന്നത് നമ്മുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രെയിനിൽ ഒരു ഇമോഷണൽ സെന്റർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജോയ് സെന്റർ ഉണ്ട് എന്നാണ്. और मेडिकल साइंस के द्वारा ऐसा कहना है कि हमारे अंदर, मनुष्य के अंदर एक आनंद का केंद्र है। there is an emotional center exists in the right orbital prefrontal cortex of the brain. Right orbital prefrontal cortex of the brain. और ऐसा कहना है कि हमारे राइट ऑर्बिटल कॉर्टेक्स जो है हमारे मस्तिष्क में, वहां पर एक जॉय सेंटर कर कर है। ഇമോഷനിൽ ജോയ് ആയിരിക്കണം. മാസ്റ്റർ ഇമോഷൻ തലപ്പത്ത് ജോയ് ആയിരിക്കണം, സന്തോഷമായിരിക്കണം. നമ്മുടെ വികാരങ്ങളിൽ തലപ്പത്ത് നേതാവായിരിക്കേണ്ടത്. हमारे भावनाओं में मुख्य भावना आनंद
खुशी होना है। ആ ജോയ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ മേഖലയിലും മനസ്സിലും ശരീരത്തിലും എല്ലാം ആരോഗ്യം ഉണ്ടാകും. अगर उनका आनंद का केंद्र वो स्ट्रॉन्ग होता है तो हर तल पर वो मानसिक रीति से भी हो, शारीरिक रीति से भी हो, वो मजबूत होते हैं. നിങ്ങളിലുള്ള സന്തോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സന്തോഷം വളരുന്നതാണ്, സന്തോഷം കൂടും. നിങ്ങളുടെ പ്രായം കൂടുന്തോറും സന്തോഷം വളരുന്നതാണ്. ജോയ് ക്യാൻ നെവർ ലൂസസ് ഇറ്റ്സ് കപ്പാസിറ്റി ടു ഗ്രോ. ഒരിക്കലും സന്തോഷത്തിന് വളരാനുള്ള കഴിവ് നഷ്ടമാകത്തില്ല. അനുകൂലമായി നിങ്ങൾ സന്തോഷത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങളിൽ പ്രായം കൂടുന്തോറും സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. आपको समझना है आपके अंदर जो जॉय है, जो आनंद है, वो बढ़ने वाला है. अगर उसके लिए अच्छा वातावरण मिले, आपका अंदर में जो आनंद वो बढ़ते जाएगा, बढ़ते जाएगा. आप उम्र में बढ़ते जाओगे, आपका आनंद भी बढ़ता जाएगा. എന്നാൽ പലരും സംഭവിക്കുന്നത് പ്രായം കൂടുന്തോറും അവരുടെ സന്തോഷം കുറഞ്ഞ് എല്ലാവരും നിരാശരായി. ഭൂരിപക്ഷം ആളുകളും ഇന്ന് ഭൂമിയിൽ ഡിപ്രഷൻ ഉള്ളവരാണ്. लेकिन आज हो क्या रहा है, लोग जैसे जैसे उनके उम्र ज्यादा होते हैं वो निराशा में जा रहे हैं, दुख में जा रहे हैं. आज के बहुत से प्रतिशत लोग निराशा में पड़े हुए हैं. ദൈവം സന്തോഷത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അമ്മമാർക്കറിയാം 2 മാസം കഴിയുമ്പോഴാണ് ആ കുഞ്ഞ് ആദ്യമായിട്ട് ചിരിച്ചു തുടങ്ങുന്നത്. ആദ്യത്തെ സ്മൈൽ, ഫസ്റ്റ് സ്മൈൽ 1.5-2 മാസം കഴിയുമ്പോഴാണ് ആ ഫസ്റ്റ് സ്മൈൽ തുടങ്ങുന്നത്. അവിടം മുതൽ ഈ കുഞ്ഞിൽ 1 വർഷത്തോളം സന്തോഷ കേന്ദ്രം വളർച്ച പ്രാപിക്കുകയാണ്. आप देखिए परमेश्वर आनंद को बहुत ही प्रमुखता दिया है. खासकर माँ लोग जानते हैं एक बच्चा जब वो बढ़ता है 1 साल तक आप देख सकते हैं कि उसके अंदर जो पहला मुस्कुराहट है, जो आनंद लेकर आता है, सबसे पहला उसका भावनाएं वो है. സന്തോഷത്തിന്റെ തുടക്കം 1.5 മാസമുള്ള കുഞ്ഞ് ചിരിച്ചു തുടങ്ങുമ്പോൾ സന്തോഷത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന തമാശ കേട്ടൊന്നുമല്ല. കുഞ്ഞ് ചിരിച്ചു തുടങ്ങുന്നത് റിലേഷൻഷിപ്പാണ്. അമ്മയെപ്പോലും അറിയത്തില്ല അമ്മയാണെന്നോ പിതാവാണെന്നോ പപ്പ ആണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ അടുത്തു വരുന്നവർ തന്നിൽ തൽപരരാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് കുഞ്ഞിന് സന്തോഷം കൊടുക്കുന്നത്. അങ്ങനെ റിലേഷൻഷിപ്പിൽ നിന്നാണ് സന്തോഷം ആരംഭിക്കുന്നത്. तो आप देखिए एक 2.5 महीने का बच्चा, वो बच्चा को आनंद जो मिलता है वो कोई चुटकुले सुनने से नहीं होता, लेकिन उसका आनंद का आरंभ रिश्तों से होता है. एक बच्चा, उसका माँ कौन है, पिता कौन है, उसे नहीं मालूम, लेकिन एक व्यक्ति वो बच्चे के पास जब आता है, वो बच्चा समझता है कि ये व्यक्ति मुझसे प्रेम रखता है. उस जो भावना से उसके अंदर आनंद उत्पन्न होता है. അങ്ങനെയെങ്കിൽ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്താണ്? റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ. തകർന്ന ബന്ധങ്ങൾ നിന്നിൽ ദുഃഖം കൊണ്ടുവരും. പകരം നിനക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിന്റെ ജോയ് വർദ്ധിക്കും. तो एक आनंद का आपके अंदर आनंद आना है तो उसका प्रमुख बात क्या है? अच्छा रिश्ता. अगर अच्छा रिश्ता है तो आपके अंदर और आनंद ला सकता है. इसी प्रकार बुरे रिश्ते से आपके मन में दुख भी होता है. പപ്പായും മമ്മിയുമായി നല്ല ബന്ധങ്ങൾ, കൂട്ടുകാരുമായി നല്ല ബന്ധം, കല്യാണം കഴിയുമ്പോൾ ഭാര്യയുമായി നല്ല ബന്ധം, കുട്ടികളുമായി നല്ല ബന്ധം. आपके माता पिता के साथ, आपके बच्चों के साथ, आपके पत्नी के साथ अच्छा संबंध. ആ നല്ല ബന്ധങ്ങളാണ് സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നത്. वो अच्छा संबंध आपके आनंद को बढ़ोतरी देता है. ഇന്നത്തെ പ്രശ്നം എന്താണ്? അനേകർക്ക് തകർന്ന ബന്ധങ്ങളാണ്. അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ അപ്പൻ എന്നോട് ചെയ്തത്, ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾ എന്നോട് ചെയ്തത്, പിള്ളേരെ കുറിച്ച് ഓർക്കുമ്പോൾ അവരെന്നോട് ചെയ്തത്. തകർന്ന ബന്ധങ്ങൾ അവരുടെ ചിന്തകളിൽ വേദനകൾ കൊണ്ടുവരുന്നു. आज के समाज में क्या हो रहा है? रिश्ते टूट गए हैं. अगर एक व्यक्ति अपने पिता के बारे में सोचता है, अरे मेरे पिता ने मुझसे ऐसा किया. पत्नी के बारे में सोचता है, वो पत्नी मेरे साथ ऐसा व्यवहार किया. बच्चों के बारे में सोचता है, बच्चों से उसका गुस्सा है. जो टूटा हुआ बंधन उसके मन में दुख को लेकर आ रहा है. ഈ 2 മാസം കഴിയുമ്പോൾ കുഞ്ഞ് ചിരിച്ചു തുടങ്ങുമ്പോൾ 1 വർഷത്തോളം ഈ കുഞ്ഞ് സന്തോഷ കേന്ദ്രത്തെ വലുതാക്കുകയാണ്. ये 2.5 महीने से ये बच्चा जब हंसने लगता है, कुछ 1 साल तक उसका आनंद का केंद्र विकसित होता है. അപ്പൊ അമ്മമാരത് ശ്രദ്ധിക്കണം. കുഞ്ഞിനെ എടുത്തതിന് ശേഷം ഇങ്ങനെ പൊക്കിയിട്ട് കൊച്ചക്കരെ കുഞ്ഞിനെ സന്തോഷിപ്പിക്കണം.
तो माँ लोग ध्यान देना है, आपके बच्चे को लेकर उसको हाथ में लेना है, उसको उछालना है, उसको प्यार से बातें करना है। കിടക്കെ കിടക്കുന്ന ടക്കടക്കട കുട്ടക്ക അങ്ങനെ അവനെ സന്തോഷിപ്പിക്കണം. ആ കുഞ്ഞിനെ കൂടുതൽ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ സന്തോഷ കേന്ദ്രം വളരുകയാണ്. और उस बच्चे को छूना है, उसको हंसी में लाना है ताकि उसके आनंद के केंद्र और बढ़े. ഇനി ഒരു വർഷം കഴിയുമ്പോൾ ഈ കുഞ്ഞൊരു പുതിയ ടെക്നിക്ക് പഠിക്കും. अभी 1 साल के बाद ये बच्चा एक नया टेक्निक सीखता है. അത് ദൈവം തന്നെ വെച്ചിരിക്കുന്ന ടെക്നിക്കാണ്. वो परमेश्वर खुद रखा है. റിട്ടേൺ ടു ജോയ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. उसको रिटर्न टू जॉय, आनंद में वापस आना कहते हैं. ഈ കുഞ്ഞിന് ദുഃഖം വരത്തില്ലേ? ये बच्चे को दुख आ सकता है, കരച്ചിൽ വരത്തില്ലേ? बच्चा रोता है. അമ്മ അടുക്കളയിട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞ് കരയത്തില്ലേ? माँ जब रसोई में जाती है बच्चा रोता है. അപ്പോൾ അൺപ്ലസന്റ് ആയിട്ടുള്ള ഇമോഷൻസ് കുഞ്ഞിൽ വരാൻ തുടങ്ങുന്നു. तो ये बच्चे को दुखदायक आनंद बिना आनंद का भावनाएं इसके जीवन में आता है. ആ സമയത്ത് ഈ കുഞ്ഞൊരു പുതിയ ടെക്നിക്ക് പഠിക്കുകയാണ്. तब ये बच्चा एक टेक्निक सीखता है. ഏത് അൺപ്ലസന്റ് ഇമോഷൻ വന്നാലും जब भी अनप्लेसेंट इमोशंस आते हैं, ആ അൺപ്ലസന്റ് ഇമോഷനിൽ സ്റ്റേ ചെയ്യത്തില്ല, അവിടെ നിൽക്കത്തില്ല. കുറച്ച് കഴിയുന്നുണ്ടേ റിട്ടേൺ ടു ജോയ്. तो ये बच्चा जब भी उसके जीवन में अनप्लेसेंट इमोशंस आते हैं, उसको पसंद नहीं वाले भावना आते हैं, वहां जाते हैं लेकिन वहां रुकता नहीं, जल्दी से आनंद में वापस आ जाता है. കുഞ്ഞറിയാതെ പഠിക്കുകയാണ്, ഞാൻ എപ്പോഴും ആയിരിക്കേണ്ടത് എവിടെയാണ്? ജോയിലാണ് ആയിരിക്കേണ്ടത്. എനിക്ക് ചിലപ്പോൾ അൺപ്ലസന്റ് ഇമോഷൻസ് വരുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് വീണ്ടും റിട്ടേൺ ടു ജോയ്. ये बच्चा सीख रहा है, मेरे जीवन में मुझे पसंद नहीं वाले भावना आ सकते हैं, मैं वहां जाने से भी जल्दी से जल्दी मुझे आनंद के केंद्र में आ जाना है, आनंद में वापस आ जाना है. അങ്ങനെ വരുമ്പോൾ ഈ കുഞ്ഞിന് ഒരു കാര്യം ബോധ്യമാകുകയാണ്, ഏത് അൺപ്ലസന്റ് ഇമോഷൻ വന്നാലും സാരമില്ല, വൈകാതെ എനിക്ക് ജോയിൽ മടങ്ങി വരാൻ കഴിയും. तो ये बच्चा अभी सीख रहा है, मेरे जीवन में किस प्रकार के भी मुझे पसंद नहीं वाले अनुभव आने से भी वहां रुकने की जरूरत नहीं है, मुझे जल्दी से जल्दी आनंद में वापस आना है. അമ്മമാർക്ക് ഇതറിയാം, കാരണം കുഞ്ഞ് കരയുന്ന കുഞ്ഞിനെ ഇവിടെ കണ്ടെന്ന് ഒരു ഇക്കിളിയിടും ഒക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ആ ദുഃഖത്തിൽ നിന്ന് കുഞ്ഞ് സന്തോഷത്തിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ്. അമ്മമാർക്ക് ഇത് മനസ്സിലാകും. और माँ लोग ये समझ सकते हैं, क्योंकि बच्चा रो रहा होगा लेकिन आप उसके पास छूते हैं, उसको गुदगुदी देते हैं, तो बच्चा जल्दी हंसने लगता है. ദീർഘമണിക്കൂറുകൾ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മമാർക്കറിയാം എന്തോ അസ്വസ്ഥത, എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. അമ്മമാരൊക്കെ ഉടൻ പരിഹരിക്കുവാൻ വേണ്ടി ഒന്നിൽ ഡോക്ടറെ കാണാൻ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യും. और बच्चा जब बहुत समय तक रोता है, माँ लोग समझ लेते हैं कि कोई गलती है या यहाँ पर कुछ समस्या है, वो जल्दी उसके प्रतिहार के लिए के डॉक्टर के पास ले जाता है या किसी इलाज के लिए ले जाते हैं. ദൈവം മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കരച്ചിലിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല, ഭയത്തിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല, ലജ്ജയിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല. അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സന്തോഷത്തോടു കൂടെ ജീവിക്കുവാൻ വേണ്ടിയാണ്. और परमेश्वर ने मनुष्य को इसलिए रचा कि वो रोते रहे, ऐसा नहीं हरदम डर में रहे, हरदम शर्म में नहीं, इसलिए नहीं मनुष्य को सृजा, लेकिन मनुष्य को सृजा कि मनुष्य परमेश्वर में आनंदित करे. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ അളവ് കുറവാകുന്നുവെങ്കിൽ ഈ ദിവസം, ഈ ദിനങ്ങളിൽ നിങ്ങൾ ഈ വചനം കേട്ടതിനാൽ നിങ്ങൾ തന്നെ ശ്രമിക്കുക സന്തോഷത്തിന്റെ അളവിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി. अगर आपके जीवन में आनंद का केंद्र बहुत कम है, आनंद कम है, तो वचन से आप अपने जीवन में ज्यादा आनंद लाने की कोशिश करें. ആമേൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് 0 മുതൽ 7 വയസ്സ് വരെയുള്ള സമയമാണ്. ആ സമയത്ത് സന്തോഷം നല്ലതുപോലെ സന്തോഷ കേന്ദ്രം വളർന്നവർ, സന്തോഷത്തിൽ സ്ട്രോങ് ആയിരിക്കുന്നവർ, ജോയ് സ്ട്രോങ് ആയിരിക്കുന്നവർ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കഷ്ടത വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും അവർക്കതിനെ ധൈര്യത്തോട് നേരിടുവാൻ കഴിയും. और 0 से लेकर 7 साल का जो समय होता है बहुत ही खास होता है. उस समय हमारा आनंद का केंद्र मजबूत होता है. जो व्यक्तियों का आनंद का केंद्र मजबूत होता है, वो जीवन में कैसे भी समस्या
समस्याएं, कैसे भी कठिनाई क्यों ना आए, वो उनका सामना आनंद के साथ करते हैं। രണ്ട് യൗവനക്കാരെ എടുക്കുക, മിഡ് 20s രണ്ട് യൗവനക്കാരെ എടുക്കുക. അവർക്ക് ഒരു അസൈൻമെന്റ് കൊടുക്കുക, ഒരു ടാസ്ക് കൊടുക്കുക, ഒരു ദൗത്യം കൊടുക്കുക. ഒരു ദൗത്യം രണ്ട് ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് തന്നെ ഒറ്റ ദൗത്യം ചെയ്യുവാൻ വേണ്ടി ഉത്തരവാദിത്വം തരുന്നു. അതിൽ ചിലപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയും, അയ്യോ ഞാനിതെങ്ങനെ ചെയ്യും, എന്നെ കൊണ്ട് കഴിയത്തില്ലേ, എനിക്കിത് ചെയ്യാൻ കഴിയത്തില്ലേ എന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു. മറ്റൊരു ചെറുപ്പക്കാരൻ പറയുന്നു, ഇതിനകത്ത് ഇത്ര വലിയ ബുദ്ധിമുട്ടെന്താ, ഞാനിത് ചെയ്യാം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 0 to 7 years, ഫോർമേറ്റീവ് ഇയേഴ്സിൽ ഒരാളിൻ്റെ ജോയ് സെൻറ്റർ സ്ട്രോങ് ആയി, മറ്റൊരാളിന് ആ സമയത്ത് ജോയ്ക്ക് പകരം ഒത്തിരി സാഡ്നെസ് ലഭിച്ചതിനാൽ, ആന്തരിക മുറിവുകൾ ലഭിച്ചതിനാൽ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുവാൻ അവൻ കഴിവില്ലാതിരിക്കുന്നു. ജോയ് സെൻറ്റർ സ്ട്രോങ് ആയ വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യത്തോടുകൂടെ നേരിടുന്നു. उदाहरण के लिए आप कुछ मिड 20s के दो बालकों को ले ले, लड़कों को ले ले, वो दोनों लड़कों को एक ही काम दिया है. उनसे कहते हैं कि आप दोनों को ये एक ही काम करना है, लेकिन दोनों के प्रतिक्रिया को आप समझे. एक कहता है कि ये काम ये मुझसे नहीं होगा, मैं ये काम नहीं कर सकता, ये मेरे लिए असंभव है. लेकिन दूसरा व्यक्ति कहता है ये काम ये मैं कर सकता हूँ, मैं ये तो बहुत सरल है, मैं इसको कर सकता हूँ. एक ही काम दोनों व्यक्तियों में दो भाव को लाए हैं. इसका कारण क्या है? क्योंकि उनके फॉर्मेटिव इयर्स 0 से लेकर 7 साल तक एक व्यक्ति के मन में बहुत चोट पहुंचा है, उसके मन में बहुत डर आया है. इसलिए वो जीवन में जब कठिनाइयों का सामना करते हैं वो डर जाता है, उसको लगता है कि वो कभी वो कार्य को नहीं कर पाएगा. लेकिन दूसरा व्यक्ति, उसके फॉर्मेटिव इयर्स, उसके आनंद का केंद्र बहुत ही मजबूत था, वो आनंद से भरा हुआ था. इसलिए उसके जीवन में जो भी समस्या आते हैं वो ये समझ जाता है कि मैं ये कर सकता हूँ. ഹല്ലേലൂയ. നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ 0 മുതൽ 7 വയസ്സ് വരെയുള്ള ഫോർമേറ്റീവ് ഇയേഴ്സിൽ നിങ്ങളുടെ ജോയ് സെന്റർ സ്ട്രോങ് ആയിട്ടില്ല എങ്കിൽ ഇന്ന് സൗഖ്യം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. യേശുവിന് നിങ്ങളുടെ ഇമോഷണൽ സെന്ററിനെ സൗഖ്യമാക്കുവാൻ കഴിയും. ജോയെ വർദ്ധിപ്പിച്ചു തരുവാൻ യേശുവിന് ഇന്ന് കഴിയും. आज बड़ी संभावना है, हो सकता है आपके 0 से लेकर 7 साल वो फॉर्मेटिव इयर्स में आपको दुख आया हो, डर आया हो, लेकिन आपको चिंता करने की जरूरत नहीं. आज यीशु मसीह के द्वारा आपके फॉर्मेटिव इयर्स में जो घटनाएं हुए हैं चंगाई को प्राप्त कर सकते हैं. എങ്ങനെയാണ് ആ സന്തോഷം വർദ്ധിക്കുന്നത്? किस प्रकार से वो आनंद बढ़ सकता है? അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് യേശുവിന്റെ സാന്നിധ്യമാണ്. और उसका पीछे का रहस्य यीशु मसीह का उपस्थिति है. ഈ വാക്യം ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. और यूहन्ना के सुसमाचार 16 उसका 22वां पद. യേശു പറയുന്നു, അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും, ശിഷ്യന്മാരോട് പറയുകയാണ്, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. उस वचन में लिखा है, उसी प्रकार तुम भी अब जो शोक में है, परंतु मैं तुमसे फिर मिलूंगा और तुम्हारे मन आनंद से भर जाएंगे और तुम्हारा आनंद कोई भी छीन ना लेगा. 24-ാമത്തെ വാക്യം, ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. और 24वां पद, अब तक तुमने मेरे नाम से कुछ नहीं मांगा, मांगो तो पाओगे ताकि तुम्हारा आनंद पूरा हो जाए. സന്തോഷം വർദ്ധിക്കുന്നതിന്റെ മരുന്നാണ് 1 യേശുവിന്റെ സാന്നിധ്യം, 2 പ്രാർത്ഥന. യേശുവിനോട് ചോദിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്തോഷം പൂർണ്ണമാകുവാൻ പോകുന്നു. अगर आनंद आपको ज्यादा चाहिए, सबसे पहला है यीशु मसीह की उपस्थिति और दूसरा है प्रार्थना. प्रार्थना करें, प्रभु मेरे अंदर और आनंद देकर प्रार्थना करें. ഫിലിപ്പിയ ലേഖനം സന്തോഷത്തിന്റെ ലേഖനമാണ്. 4-ാമത്തെ അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അവിടെയും സന്തോഷത്തിന്റെ രഹസ്യം നമുക്ക് കാണാൻ കഴിയുന്നു. വസ്തുക്കളിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്, പപ്പായിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്, മമ്മിയിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്, വിസയിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്, പഠിത്തത്തിൽ സന്തോഷിക്കണമെന്നല്ല പറയുന്നത്. പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട്
നിങ്ങളോട് പറയുന്നു. फिलिपियो 4 उसका 4 में कहता है प्रभु में सदा आनंदित करो. मैं फिर से कहता हूँ आनंदित करो. यहाँ पर नहीं लिखा कि तू अपने माता में, पिता में, भाई में आनंदित करो, लेकिन वचन में लिखा है प्रभु में, यीशु मसीह में तुम आनंदित करो. നമ്മിൽ തലച്ചോറിന്റെ സംവിധാനത്തിൽ തന്നെ ജോയ് ഹോർമോൺസ് ഉണ്ട്. പല ജോയ് ഹോർമോൺസ് ഉണ്ട്. हमारे मस्तिष्क में ही जॉय हॉर्मोन्स हैं. ആക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ജോയ് ഹോർമോൺ ആണ്. ആക്സിറ്റോസിൻ എന്ന് പറയുന്ന ജോയ് ഹോർമോൺ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ആണ്, ക്ലോസ് റിലേഷൻഷിപ്പ്, ബിലോങ്ങിങ് ഫീലിംഗ് ആണ്, ഷേക്കിംഗ് ഹാൻഡ്സ്, പുട്ട് അവർ ആംസ് അറൗണ്ട് സംവൺസ് ഷോൾഡർ ഓർ ഹഗ്ഗിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ആക്സിറ്റോസിൻ നമ്മിൽ വർദ്ധിക്കുന്നത്. और एक हार्मोन है जो है ऑक्सीटोसिन कहते हैं, जो संबंध से बढ़ता है. आपस के संबंध एक अच्छा रिश्ता से बढ़ सकता है. ഇന്നത്തെ സാഹചര്യത്തിൽ പിശാച് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കോവിഡിനെ കൊണ്ടുവന്ന് പിശാച് എന്താണ് ചെയ്തിരിക്കുന്നത്? മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റി നിർത്തുക. അവന്റെ ലക്ഷ്യം എന്താണ്? ഈ ഭൂമിയിൽ പരമാവധി ആളുകളെ ഡിപ്രസ്ഡ് ആക്കുക. അതുകൊണ്ടാണ് സോഷ്യൽ ഡിസ്റ്റൻസ്. ആരുടെയും അടുത്തു പോകുവാൻ കഴിയത്തില്ല, ആരുടെയും കൈക്ക് പിടിച്ച് കുലുക്കാനൊക്കത്തില്ല, സ്നേഹമുള്ളവരെ കണ്ടൊന്ന് ചുംബിക്കുവാൻ കഴിയത്തില്ല. റിലേഷൻഷിപ്പിനെ മുഴുവൻ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പന് പോലും കോവിഡ് വന്ന മോന്റെ മുറിക്കകത്ത് കയറാൻ കഴിയത്തില്ല ക്വാറന്റൈൻ സമയത്ത്. आप देखिए आज क्या हो रहा है इस संसार में. शैतान ने मनुष्य को इस रीति में लेकर आया है कि एक दूसरे से मिल नहीं सके. ये कोविड के कारण, डिस्टेंस कीप करने के कारण एक दूसरे के पास, जो जिससे प्यार करता है उसके पास भी जाकर उसको छू नहीं सकता, उसके साथ बैठ नहीं सकता. कोविड आया हुआ बेटा कमरे में है, लेकिन पिता क्वारंटाइन के कारण उस बच्चे के पास नहीं जा सकता. ക്വാറന്റൈനിൽ ഇരുന്നാൽ മതി ഒരുത്തന്റെ ആക്സിറ്റോസിൻ സീറോ ആകാൻ വേണ്ടി. क्वारंटाइन में बैठे तो आपका एक्सीटोसिन एक शून्य के चल जाए. ആക്സിറ്റോസിൻ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ക്ലോസ് റിലേഷൻഷിപ്പ്. മറ്റൊരു ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. സെറട്ടോണിൻ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല കാര്യം ചെയ്യുക. ഡു ഗുഡ് ടു അതേഴ്സ്, ചാരിറ്റി. ഉപകാരം ചെയ്യുന്നതിലൂടെ നിന്റെ സെറട്ടോണിൻ വർദ്ധിക്കും. और दूसरा एक हार्मोन है सेरोटोनिन. जब आप परोपकार करते हैं, दूसरों के लिए भलाई करते हैं, आपके अंदर उसकी बढ़ोतरी होती है. വേറൊരാളിനെ സഹായിക്കുക. दूसरे एक व्यक्ति का मदद करें. നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. आप नहीं जानते होंगे, लेकिन आज का दिन ही आप बहुत लोगों का मदद किया है. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തില്ലേ? आप पत्नी लोग अपने पति को अच्छा चाय बना कर दिए. അങ്ങനെ ഓരോ നിലകളിൽ നിങ്ങൾ ആരെയൊക്കെയോ സഹായിച്ചിട്ടുണ്ട്. तो इस प्रकार आप कई लोगों को आज का दिन ही मदद किया है. അങ്ങനെ സഹായിക്കുന്നതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. നിങ്ങളിൽ സെറട്ടോണിൻ വർദ്ധിക്കും. ചാരിറ്റി ചെയ്യുവാൻ തുടങ്ങുക. മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുക, വിവിധ നിലകളിൽ സഹായിക്കുക. നിങ്ങളിൽ സെറട്ടോണിൻ വർദ്ധിക്കും. तो आप इस प्रकार की कई सहायता दूसरों को करना शुरू करें, और आप आर्थिक रीति से भी दूसरों की सहायता करें, ताकि आपके सेरोटोनिन बढ़ जाए. എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ജോയ് ഹോർമോൺ ഉണ്ട്. അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം, ലാഫ്റ്റർ, ചിരിക്കണം. और एक हार्मोन है एंडोर्फिन कर उसके लिए आपको व्यायाम की जरूरत है और हंसने की जरूरत है. ഡോപാമൈൻ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഹോർമോൺ ഉണ്ട്. അത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അക്കംപ്ലിഷ് ഗോൾസ്. നിനക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. നിനക്ക് ചില ജീവിതത്തെക്കുറിച്ച് ചില ഗോൾസ് ഉണ്ടാകണം. ആ ഗോൾസ് നീ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ ഡോപാമൈൻ വർദ്ധിക്കുകയാണ്. और दूसरा एक हार्मोन है जिसको डोपामिन करते हैं. ये आप जीवन में जब लक्ष्य को पूरा करते हैं, आपकी जो उद्देश्य को पूरा करते हैं, तब उसका बढ़ोतरी होता है. നിങ്ങളൊരു കൃഷിക്കാരനാകുന്നുവെങ്കിൽ ആ കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് ചില ഗോൾസ് ഉണ്ടാകണം. അടുത്ത വർഷം ഇന്ന കാര്യങ്ങൾ കൃഷി ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ഫലമെടുക്കണം. ആ ഗോൾസ് നിങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോപാമൈൻ വർദ്ധിക്കുകയാണ്. अगर आप एक किसान है, खेती करते हैं, तो आपके मन में एक उद्देश्य होना है, लक्ष्य होना है. अगले साल मुझे ये उपज का उत्पन्न करना है. ഡെയിലി ഗോൾസ് നിങ്ങൾക്കുണ്ടാകണം. ഓരോ ദിവസവും. ഇന്ന് ഞങ്ങളുടെ ഗോളാണ് ഇവിടെ വന്ന് പ്രസംഗിക്കുക എന്നുള്ളത്. ഈ ഗോൾ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഡോപാമിൻ അളവ് വർദ്ധിക്കും. आपको प्रतिदिन लक्ष्य होना है. जैसा आज का लक्ष्य है कि हम आपके बीच में सेवकाई करें. जब इस सेवकाई को पूरा करते हैं, हमारे अंदर एक आनंद होता है, डोपामिन
बढ़ता है। ആമേൻ, പ്രൈസ് ലോർഡ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സന്തോഷം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചിരിക്കണം. और सबसे एक मुख्य बात है, अगर आपको आनंद को विकसित करना है, अच्छी तरीके से हंसना है। ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. നല്ല തമാശകൾ പറഞ്ഞ് ചിരിക്കണം. अच्छा मजाक सुनकर हंसना है। ഈ വാട്സപ്പിലൊക്കെ വളരെ മോശമായ തമാശകൾ അങ്ങനെയുള്ള ഒരിക്കലും സ്വീകരിക്കരുതേ. ആമേൻ. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല തമാശകൾ പറഞ്ഞ് ആമേൻ, നല്ല തമാശകൾ പറഞ്ഞ് ചിരിക്കണം. और व्हाट्सएप में बहुत सारे ऐसे चुटकुले मजाक आते हैं, वो सब आपको नहीं सुनना, लेकिन वचन के अनुसार अच्छे जो चुटकुले हैं उसको सुनना है। ഒരിക്കൽ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. दो भाई लोग थे। ആ സഹോദരന്മാരിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിച്ചവരാണ്. वो भाई लोग बहुत खुशी से आनंद से एक साथ जी रहे थे। പക്ഷേ ലോകത്തിൽ ആർക്കും ഒരു ഉപകാരം ചെയ്യാത്ത നിലവാരത്തിലുള്ള വല്ല മോശമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നു. लेकिन वो किसी को मदद नहीं करते, दूसरा किसी को भी कुछ भलाई नहीं किया। അതിലൊരു സഹോദരൻ മരിച്ചു. उसमें से एक भाई जो है वो मर गया। മറ്റേ സഹോദരന് വലിയ ദുഃഖമായി. जब दूसरा भाई को बहुत दुख मिला, ആ സഹോദരൻ പാസ്റ്ററുടെ അരികിൽ ചെന്ന് പറഞ്ഞു, और ये जो भाई अपने पास्टर के पास जाकर कहता है, പാസ്റ്ററെ ഫ്യൂണറൽ കങ്കേമമാക്കണം. पास्टर जी जो फ्यूनरल होगा आप बहुत बढ़िया करना। ഞാൻ പാസ്റ്റർക്ക് ഒരു 10 ലക്ഷം രൂപ തരാൻ പോവുകയാണ്. मैं पास्टर आपको 10 लाख रुपए दूंगा। അന്ന് ആ ഫ്യൂണറലിന് പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കണം. आप उस फ्यूनरल में इस प्रकार से आपको प्रचार करना है। എന്റെ സഹോദരൻ ഒരു വിശുദ്ധനായിരുന്നു എന്ന് പ്രസംഗിക്കണം. आप ऐसा प्रचार करना है कि मेरे भाई एक पवित्र व्यक्ति था। പാസ്റ്റർ പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, ഞാൻ അങ്ങനെ പ്രസംഗിച്ചോളാന്ന് പറഞ്ഞു. तो पास्टर ने कहा मुझे पैसे की जरूरत नहीं है, लेकिन मैं ऐसे ही प्रचार करूंगा। ഫ്യൂണറൽ വന്നു കഴിഞ്ഞപ്പോൾ जब फ्यूनरल हो रहा था, പാസ്റ്റർ എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. तो पास्टर इस प्रकार से प्रचार करने लगा। ഈ കിടക്കുന്ന മനുഷ്യൻ ആർക്കും ഒരു ഉപകാരം ചെയ്തിട്ടില്ലാത്തവനാണ്. तो पास्टर ने कहा कि ये जो व्यक्ति जो मरा पड़ा, ये किसी का भी भलाई नहीं किया। ഞാനുള്ള സത്യം വിളിച്ചു പറയുവാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. मैं यहाँ पर जो सच्चा बात है उसको बोलने के लिए खड़ा हूँ। ഇയാൾ നാട്ടുകാരെ ഉപദ്രവിച്ച മനുഷ്യനാണ്. ये लोगों को अपने समाज में हानि लाया व्यक्ति എല്ലാ है। മോശപ്രവൃത്തികളും ചെയ്ത മനുഷ്യനാണ്. ये व्यक्ति जो है सब बुरे कामों को किया। പിന്നെ ഒരു കാര്യമുണ്ട്, लेकिन एक बात है, ഇയാളുടെ ജീവിച്ചിരിക്കുന്ന സഹോദരനേക്കാളും അയാളുമായിട്ട് ആമീൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അയാളെക്കാട്ടിലും ഇയാളൊരു വിശുദ്ധനാണ്. तो बोला कि लेकिन अभी जो जीवित जो भाई है उसके साथ इसका तुलना करे तो उससे ये व्यक्ति पवित्र है। ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ സന്തോഷിക്കണം. इस प्रकार के चुटकुला सुनकर आप ഇത്തരത്തിലുള്ള आनंद നല്ല करना। കാര്യങ്ങൾ കേട്ട് ചിരിക്കണം. इस प्रकार के अच्छे चुटकुलों को सुनकर हंसना है। വീട്ടിലിരുന്ന് ഭാര്യയും മക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന് ചിരിക്കണം. आपके घर में पत्नी बच्चों के साथ मिलकर हंसना है। നല്ലതുപോലെ ചിരിക്കുകയാണെങ്കിൽ अगर आप अच्छी तरीके से हंसते हैं, നമ്മുടെ മനസ്സിന്റെ രോഗങ്ങളും മാറും, हमारे मन की बीमारी भी हट നമ്മുടെ जाएंगे, ശരീരത്തിന്റെ രോഗങ്ങളും മാറും, हमारे शरीर की बीमारी भी हट जाएगी। നമ്മുടെ ആമേൻ എല്ലാ കേടുകളെയും പരിഹരിക്കുന്ന ഏറ്റവും നല്ല മരുന്നാണ് ലാഫ്റ്റർ. हमारे अंदर आए हुए हर एक जो बुराई है, हर एक जो खेद है, वुंड्स है, उसको मिटाने वाला है हंसी। പല ഇമോഷൻസും നല്ല ഇമോഷൻസും നമ്മുടെ ബ്രെയിനിലെ ചില ഭാഗങ്ങളെ മാത്രമാണ് സ്വാധീനിക്കുന്നത്. कई सारी भावना जो है हमारे मस्तिष्क के कुछ कुछ क्षेत्रों को ही छूता है। എന്നാൽ ഈ ചിരി എന്ന് പറയുന്ന ലാഫ്റ്റർ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ മൾട്ടിപ്പിൾ ഭാഗങ്ങളെ സജീവമാക്കും. लेकिन जब आप हंसते हैं, आपके मस्तिष्क के कई जगहों में उसको क्रियाशील में लाते हैं। ഞാൻ അരുണാചൽ പ്രദേശിൽ കടന്നുപോയി ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ മുൻകാലങ്ങളിൽ ആളുകൾ കൂട്ടമായിട്ട് ചിരിക്കുമായിരുന്നു. जब मैं अरुणाचल में जाता हूँ, जो आरंभ के समय में लोग एक साथ पूरे लोग मिलकर हंसते हैं। ഞാൻ കർത്താവ് എന്നോട് വചനത്തിലൂടെ സംസാരിച്ചു, ഇവരാരും ജീവിതത്തിൽ ചിരിച്ചിട്ടില്ലാത്തവരാണ്, സന്തോഷിച്ചിട്ടില്ലാത്തവരാണ്. അതിനാലാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ അവർക്ക് സന്തോഷം കൊടുക്കുന്നത്. तो प्रभु ने मुझे वचन से बातें किया कि ये लोग अपने जीवन में कभी नहीं हंसे, इनके बचपन से इन्होंने कभी भी आनंद का महसूस नहीं किया, इसलिए इन बच्चों को मैं परमेश्वर की मंडली में जब ये है, मैं इनको आनंद से भर रहा हूँ। ഒരിക്കൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരു ആത്മസാന്നിധ്യം വെളിപ്പെട്ട ആളുകളെല്ലാം സന്തോഷിക്കുവാൻ തുടങ്ങി, ചിരിക്കുവാൻ തുടങ്ങി. और एक समय में सेवकाई कर रहा था, पवित्र आत्मा की बड़ी एक वहां पे कार्य होता है, लोग सब हंसने लगे। അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു പല്ലില്ലാത്ത അമ്മച്ചിയും ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. तो मैंने देखा सामने एक माँ बैठी है जिसका दांत नहीं है और वो भी का करके हंस रही है। എനിക്കൊരു നിയോഗം ഉണ്ടായതുകൊണ്ട് ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി സ്റ്റേജേ വന്ന് ഒന്ന് നിന്നൊന്ന് ചിരിക്കാൻ പറഞ്ഞു. तो मुझे ऐसा लगा कि मैं वो
वो माँ को बुलाओ और मैंने बोला कि माँ जी आप यहाँ स्टेज में आइए, यहाँ रुककर हंसना ആ शुरू അമ്മച്ചി करें। നടന്നു വരുമ്പോഴും ചിരിച്ചോണ്ടാ നടന്നു വരുന്നത്. और वो जब माँ वहाँ से आ रही है, चलते समय भी वो हंसते हंसते आ रही है സ്റ്റേജിൽ വന്ന് ഇങ്ങനെ പല്ലില്ലാതെ ചിരിക്കുകയാണ്. और वो स्टेज पर खड़ी है, दांत नहीं है, वो हंस रही है। നമുക്കൊക്കെ ഇവിടെ പല്ല് പോയാലും വെപ്പുകല്ല് ലഭിക്കുമല്ലോ, അവർക്ക് അവിടെ ആ സംവിധാനം അന്നുണ്ടായിരുന്നില്ല. हमारे पास यहाँ पर अगर दांत जाते हैं हम नकली दांत लगा सकते हैं, लेकिन वहाँ पर अरुणाचल में ऐसे नहीं है। ഇവിടെ പല്ലില്ലാത്തവരെയും പല്ലുള്ളവരെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയത്തില്ല. यहाँ पर किसका दांत है किसका दांत नहीं है हम समझ नहीं सकते। ഈ അമ്മച്ചി ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഒരു കൊടവയറിന് അവിടെ ഉണ്ടായിരുന്നു, ആ കൊടവയറൻ ചിരിക്കാൻ തുടങ്ങി. तो ये माँ की जो हंसी है ये देखकर वहाँ पर एक व्यक्ति था जिसका पेट था, तो वो भी हंसने लगा। ആ കൊടവയറൻ ചിരിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചു നോക്കി വേറെ വയറും ചിരിക്കുകയാണ്. तो मैंने वो व्यक्ति को देखा, ये व्यक्ति खुद हंसता नहीं है, उसका पेट भी हंस रहा है। എനിക്ക് അയാളെ കൂടെ സ്റ്റേജിൽ കൊണ്ടുവരാൻ തോന്നി. ഞാൻ പറഞ്ഞു സഹോദരനോട് ഈ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. അയാളും വന്ന് ചിരിക്കുകയാണ്. അയാൾ ചിരിക്കുമ്പോൾ ആകമാനം കുടഞ്ഞു ചിരിക്കുകയാണ്, വയറും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. तो मैंने वो भाई से कहा कि आप भी स्टेज में आकर हंसिए, क्योंकि मैंने देखा वो खुद नहीं उसका पेट भी उछलकर हंस रहा है। ഇത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഒരു ചൗക്കീദാർ ഉണ്ടായിരുന്നു പുറകിൽ. ആ ചൗക്കീദാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ചിരിക്കാൻ തുടങ്ങി. तो हमारे एक चौकीदार थे, मैंने देखा कि हमारे चौकीदार जी भी खड़े होकर हाथों को ताली बजाते हुए हंस रहा है। ഞാൻ അയാളുടെ ഡ്രസ്സ് നോക്കിയപ്പോൾ വിചിത്രമായി തോന്നി. ആ സമയത്ത് അയാൾ ഈ മലയാളികൾ ജുബ്ബ ഇടുന്നത് കണ്ടതുകൊണ്ട് അയാൾക്ക് ഒരു ആഗ്രഹം ജുബ്ബ ഇടുവാൻ വേണ്ടി അയാൾ തയ്യക്കാരൻ്റെ അടുക്ക് പോയിട്ടൊരു ജുബ്ബ തയ്പ്പിച്ചു. तो मैंने जब उनका वेश को देखा मुझे हंसी आया, क्योंकि हमारे जो मालिक हमारे जो चौकीदार जी है उन्होंने पिछले दिनों में कोई मलयाली लोग जुब्बा पहनते देखा, तो उनको भी लगा कि वो एक जुब्बा को सिलाए। वो जाकर टेलर के पास से जाकर एक जुब्बा को सिलाया। അവിടുത്തെ തയ്യക്കാർക്ക് ജുബ്ബ ഉണ്ടാക്കാൻ അറിയത്തില്ല. ജുബ്ബ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നൈറ്റി പോലെയായി. ഇതാ ഈ ചൗക്കീദാർ നൈറ്റി ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ്. अभी देखिए वहाँ के लोग जुब्बा कैसे सिलते नहीं मालूम, उन्होंने जब सिला वो नाइटी के जैसे बन गया। अभी ये चौकीदार जी नाइटी पहनकर हंस रहा है। ഞാൻ അയാളെ കൂടെ വിളിച്ച് സ്റ്റേജിൽ നിർത്തി. तो मैंने उनको भी बुलाकर स्टेज में खड़ा किया। പല്ലില്ലാത്ത അമ്മച്ചി ചിരിക്കുകയാണ്. अभी देखिए यहाँ पे जो दांत नहीं है वो माँ हंस रही है, കുടവയറുള്ള മനുഷ്യൻ ചിരിക്കുന്നു, അയാളുടെ വയറും और ചിരിക്കുകയാണ്. पेटू वो व्यक्ति वो भी हंस रहा है, ഒരു ചൗക്കീദാർ നൈറ്റി ഇട്ടുകൊണ്ട് ചിരിക്കുകയാണ്. और जो चौकीदार वो नाइटी पहनकर हंस रहा है। നിങ്ങൾക്ക് ചിന്തിക്കാം പിന്നെ അവിടെ എന്താ സംഭവിച്ചത് എന്ന്. उसके बाद आप सोच सकते हैं वहाँ क्या हुआ। എന്നാൽ അന്ന് പങ്കെടുത്ത 100 കണക്കിന് ആളുകൾ അന്ന് സൗഖ്യമായി. लेकिन उस दिन जो 100 लोग उस मीटिंग में थे, प्रभु ने वो ज्यादा लोग था. बहुत से thousands of people were there. ആമേൻ. എന്നാൽ അതിന്റെ നടുവിൽ നിന്ന് 100 കണക്കിന് ആളുകൾക്ക് സൗഖ്യമുണ്ടായി. बहुत सारे लोग थे, लेकिन उनमें से कुछ प्रतिशत लोग पूरे चंगाई को അവരുടെ മേലെ ഈ സന്തോഷം വന്നപ്പോൾ जब उनके ऊपर वो आनंद आया, പിശാച് കെട്ടിവെച്ച കെട്ടുകൾ മുഴുവൻ പൊട്ടിപ്പോയി. शैतान ने जो बांधा हुआ हर एक बंधन उनके जीवन से टूट गया। നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ സന്തോഷം ആഴത്തിൽ പ്രവേശിക്കുകയാണ്. जब आपके अंदर ये आनंद प्रवेश करता है, ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന നിരാശയുടെ കെട്ടുകൾ പൊട്ടുവാൻ പോകുന്നു. शैतान बांधा हुआ हर एक निराशा का बंधन प्रभु तोड़, ആത്മഹത്യയുടെ കെട്ടുകൾ പൊട്ടാൻ പോകുകയാണ്. वो आत्महत्या की जो सोच है वो बंधन को प्रभु तोड़ रहा है। കുടുംബവഴക്കിന്റെ കെട്ടുകൾ പൊട്ടുവാൻ പോകുന്നു. पारिवारिक संबंध में जो झगड़ा है उसको प्रभु तोड़ रहा है। ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम मिलकर प्रार्थना करें। ആത്മ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. मैं पवित्र आत्मा की उपस्थिति को महसूस कर रहा ഇവിടെ हूँ। കടന്നു വന്നിരിക്കുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് यहाँ पे जो ആരാധിക്കുക. लोग आए हैं आप खड़े होकर കരങ്ങൾ आराधना അടിച്ച് करें। കർത്താവിന്റെ ദാസൻ നിന്ന് കീബോർഡ് വായിച്ച് അലാറുബഖത്തൽ കരങ്ങൾ അടിച്ച് तालियों को ആരാധിക്കുക. बजाते हुए आप आराधना करें। ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊടാൻ और പോകുകയാണ്. ये जो आवाज सुन रहे हैं आपको भी प्रभु छू रहा है। പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ കരം നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു. पवित्र आत्मा के सामर्थी हाथ आपके ऊपर आ പിശാച് रहा നിങ്ങളുടെ है। മനസ്സിൽ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടുവാൻ പോകുന്നു. शैतान ने जो आपके जीवन को बांध रखा है प्रभु उसको तोड़ रहा ആ है। നിരാശയുടെ കെട്ട് പൊട്ടട്ടെ. वो निराशा का बंधन टूट ആ जाए, നെഗറ്റീവ് ചിന്തകളുടെ കെട്ടുകൾ പൊട്ടട്ടെ. वो नकारात्मक सोच टूट जाए, ആത്മഹത്യാ ചിന്തകൾ പൊട്ടട്ടെ. वो आत्महत्या की सोच टूट जाए, ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പൊട്ടട്ടെ. पर जो दुष्ट आत्मा ने बांधा हुआ हर एक बंधन टूट जाए। അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. अन्य भाषा में प्रार्थना ഇപ്പോൾ करें। നിങ്ങളിൽ സന്തോഷം വർദ്ധിക്കട്ടെ. अभी इस समय आनंद आप में विकसित होने पाए, സമാധാനം വർദ്ധിക്കട്ടെ. शांति बढ़ने पाए, ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. एक चमत्कार आपके जीवन में होने पाए।
ട്യൂമറുകൾ നിങ്ങളെ വിട്ടുപോകട്ടെ. ट्यूमर गायब हो जाए. രോഗബാധകൾ നിങ്ങളെ വിട്ടുപോകട്ടെ. बीमारियों की शक्ति दूर हो जाए. കേടുവന്ന അവയവങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. आपके शरीर में आया हुआ घाव चंगा हो जाए. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഭവനത്തിന്റെ അകത്തുള്ള അസമാധാനം മാറിപ്പോകട്ടെ. आपके परिवार के अंदर जो अशांति है दूर हो जाए. ഇപ്പോൾ തന്നെ വീട്ടിനകത്തുള്ള സാമ്പത്തിക ഞെരുക്കം മാറിപ്പോകട്ടെ. आपके घर में जो तनाव है, आर्थिक तनाव दूर हो जाए. നടക്കാൻ വയ്യാത്തവർ ഇപ്പോൾ ഓടട്ടെ യേശുവിൻ നാമത്തിൽ. जो लोग चल नहीं सकते, यीशु मसीह के नाम से चलना शुरू करें. വീൽ ചെയറിലായിരിക്കുന്ന വ്യക്തി ഇപ്പോൾ ചാടി എഴുന്നേൽക്കട്ടെ. वो जो लोग व्हील चेयर में हैं, अभी यीशु के नाम में उठ खड़ा हो जाए. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. यीशु मसीह के नाम से चमत्कार होने യേശുവിൻ पाए. നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. यीशु मसीह के नाम से छुटकारा होने पाए. പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു. पवित्र आत्मा छू रहा है. പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ കത്തട്ടെ. पवित्र आत्मा का आग आपके ऊपर आ रहा है. അഭിഷേകത്തിന്റെ തീ നിങ്ങളുടെ മേൽ കത്തട്ടെ. अभिषेक का आग आपके ऊपर आ रहा है. അന്യഭാഷയിൽ ആരാധിക്കുക. अन्य भाषा में आराधना Thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah. ഒരുമിച്ച് നമുക്ക് ആ കോറസ് പാടി ദൈവത്തെ സ്തുതിക്കാം. Hallelujah. Hallelujah. Oshola kabar masetan minia kotoro baja. Hallelujah. Hallelujah. Thank you, Jesus. Masprik me l'amor me asetani liabara. Thank you, Jesus. Yasrbini atbila ruhu shalabara. Thank you, Jesus. Thank you, Jesus. Hallelujah. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അങ്ങിപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. स्वर्गीय पिता, जितने लोगों ने आपके वचन को सुना है, उन यीशु सबको आप छुए. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. यीशु मसीह के नाम से वो चंगा हो जाए. അവരുടെ ആന്തരിക മുറിവുകൾ സൗഖ്യമാകട്ടെ. उनके
उनके आंतरिक घाव चंगा हो जाए, അവരുടെ ശരീരം സൗഖ്യമാകട്ടെ, उनके शरीर चंगा हो जाए, അവരുടെ മനസ്സിലെ ചിന്തകൾ സൗഖ്യമാകട്ടെ, उनके मनों के सोच को चंगा करे, അവരുടെ വികാരങ്ങൾ സൗഖ്യമാകട്ടെ, उनके भावनाओं को चंगा करे। അവരുടെ വികാരങ്ങളുടെ കേന്ദ്രത്തിൽ സന്തോഷം നേതൃസ്ഥാനത്തിലേക്ക് വരട്ടെ। प्रभु उनके प्रमुख भावनाओं में आनंद लेकर आए। അത്ഭുതം കർത്താവ് ചെയ്തതിനായി സ്തോത്രം। बड़े अद्भुत चमत्कार को आप कर रहे, धन्यवाद। യേശു ക്രിസ്തുവിൻ നാമത്തിൽ यीशु मसीह के नाम ഈ से ജനത്തെ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു। ये जन को चंगाई को प्राप्त करने के लिए प्रार्थना करें। അവരുടെ ശരീരങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, उनके शरीर चंगा हो जाए, ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നു। ट्यूमर अभी गायब हो जाए। യേശുവിൻ നാമത്തിൽ സൗഖ്യം സ്വീകരിക്കുക। यीशु मसीह के नाम से चंगाई को स्वीकार करें। ശരീരത്തിന് വന്നിരിക്കുന്ന കേടുകൾ, ആന്തരിക അവയവങ്ങളിൽ വന്നിരിക്കുന്ന കേടുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ। शरीर में आए वाली हर एक जो बीमारी है यीशु के नाम से चंगा हो जाए। ശ്വാസകോശത്തിന് വന്നിരിക്കുന്ന കേടുകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ। आपके श्वास लेने में जो दिक्कत है यीशु के नाम से चंगा हो जाए। ലിവറുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ। लिवर यीशु के नाम से चंगा हो जाए। രോഗികളെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു। यीशु मसीह के नाम से जो लोग बीमार हैं चंगाई को प्राप्त करें। അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം। अद्भुत कार्य आप कर रहे, इसके लिए धन्यवाद। സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് सारी महिमा आदर हम आपको देते हैं, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ। यीशु मसीह के नाम से ആമേൻ ആമേൻ ആമേൻ। ഞങ്ങളോടൊപ്പമായിരുന്നതിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു। God bless you abundantly. आप हमारे साथ अभी तक जुड़े हुए थे, प्रभु बहुतायत से आपको आशीष दे। ആമേൻ। आमेन।